എറണാകുളത്ത് പങ്കജ കസ്തൂരിയുടെ പരസ്യങ്ങളിൽ അസിസ്റ്റ് ചെയ്തിരുന്നു. ഞാനതാ പറഞ്ഞത്, ഞാൻ ആദ്യമായിട്ട് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ കാണുന്ന നടൻ ലാലേട്ടനാണ്. ലക്കി ലക്കി. അന്ന് രണ്ട് പരസ്യങ്ങളിൽ അങ്ങനെ ഇൻവോൾവ് ആവാൻ പറ്റി. ഞാൻ വളരെ എന്താ പറയുന്നത്, നമ്മൾ അതുവരെ സിനിമകളിൽ കണ്ടിരുന്ന ലാലേട്ടനെ റിയൽ ലൈഫിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്ന കണ്ടിങ്ങനെ വായും പൊളിച്ച് നിന്നിട്ടുണ്ട്. ബിക്കോസ് ദ കൈൻഡ് വളരെ ഓർഗാനിക്കായിട്ട് ആണ് അദ്ദേഹം ഇംപ്രൂവൈസേഷൻ ചെയ്യുന്നത്. ഓരോ സിനാരിയോസിനെ ഇംപ്രൂവൈസ് ചെയ്യുന്നതും പെർഫോം ചെയ്യുന്നതൊക്കെ വളരെ കൗതുകപൂർവ്വം കണ്ടു നിന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ കരിയറിൻ്റെ ബിഗിനിങ്ങിൽ അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്തത്. അതിന് വേറൊരു ഫാക്റ്റും കൂടെ ഞാൻ പറയാം. ഈവൻ നൗ സിനിമ ഇപ്പോഴും വളരെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കേരള മേ ബി ആ മലയാളം ഇൻഡസ്ട്രീൻ്റെ ആയിരിക്കാനായിരിക്കും. ഈവൻ ഐ ഹാവ് ഗോൺ ടു ബോംബെ, ഐ ഹാവ് സീൻ ദ തമിഴ് ഇൻഡസ്ട്രി. സുഹൃത്തുണ്ടായിരുന്നു, അസാമി ഫ്രണ്ട്. ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് ഈ പുസ്തകം സെക്കൻഡ് ഹാൻഡ് പുസ്തകമാണ്, പലരുടെയും കൈമറിഞ്ഞു വന്ന പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകത്തിനൊരു കഥയില്ലേ, അപ്പോൾ ഈ പുസ്തകത്തിനിടയ്ക്ക് ആർക്കും എഴുതിയ ലെറ്റർ നമുക്ക് കിട്ടിയാൽ അതിനെ ഫോളോ ചെയ്താൽ അതിലൊരു സിനിമാ കഥയില്ലേ. സപ്പോസ് ഈ പുസ്തകത്തിനകത്ത് ആളുകളിൽ പോയിസൺ ഉണ്ടെങ്കിൽ, ഇത് വായിക്കുന്ന ഒരാൾക്കിത് ഈ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ, അതിനല്ലേ ലൂക്കയുടെ കഥ. ലൂക്കയുടെ മിസ്റ്ററി എന്ന് പറയുന്നത് അതാണ്. പിന്നെയാണ് അത് ലവ് സ്റ്റോറി ആവുന്നതും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായി മാറുന്നത്. അതിന് മുന്നേ പല വഴിക്ക് പല രീതിയിലും ലൂക്കയുടെ സെയിം ജേർണി ഉണ്ടായിട്ടുണ്ട്. ഐ മീൻ ഒരു സിനിമ റൈറ്റ് ആയിട്ട് സംഭവിക്കണമെങ്കിൽ ഈ ചലഞ്ചിലൂടെയൊക്കെ പോകും. പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാനിപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റിലൊക്കെ ലിഫ്റ്റിലൊക്കെ പോകുന്ന സമയത്ത് ഈ കുറച്ച് മിഡിൽ ഏജ് കപ്പിൾസ് അല്ലെങ്കിൽ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്ലാറ്റ്, നമുക്കൊക്കെ പറ്റുന്നൊരു സിനിമ നിങ്ങൾക്ക് ചെയ്തുവിടാല്ലേ. എല്ലാവരും വന്ന് കണ്ട് ആസ്വദിച്ച് പോവുക. I understand that, you love movies, that's how you started the journey. But how was the financial things happening since you started? ഞാൻ എപ്പോഴും കാണുന്ന എല്ലാവരുടെയും സക്സസ് സ്റ്റോറീസ് ആണ്. ബട്ട് were there any room for depression, like things are not working out? And I also heard that ലുക്കയ്ക്ക് പ്രൊഡ്യൂസർ കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടിയെന്ന്. എനിക്ക് I can just understand that there must be a big journey parallelly which is happening. I think എല്ലാ ഫിലിം മേക്കേഴ്സിനും പറയാനുണ്ടാവും ഇങ്ങനെ ഒരു ജേർണി. ബിക്കോസ് വി ആർ നോട്ട് ബോൺ വിത്ത് സിൽവർ സ്പൂൺസ്. നമുക്ക് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യേണ്ട അവസ്ഥ ഇതൊന്നും സാധ്യമായിരുന്നില്ല. ബട്ട് അറ്റ്ലീസ്റ്റ് ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ചും കൂടെ എല്ലാ ഡിവൈസസ് ആക്സസിബിൾ ആയത് ഒരു പക്ഷേ എല്ലാവരെയും ഫിലിം മേക്കർ ആവാൻ. പക്ഷെ എൻ്റെ തുടക്കത്തിൽ അതുപോലും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഒരു വർഷം അഡ്വർടൈസ്മെന്റ്സിൽ അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഴയ പങ്കജ കസ്തൂരി ബ്രീത്തീസി ആഡ്സിലൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആർട്ടിസ്റ്റ് ലാലേട്ടൻ. ഐ മീൻ ഇൻഫാക്ട് പ്രീ കോവിഡ് അതൊരു ഇതായിരുന്നു. കുറച്ച് ദിസ് ഈസ് ഐ ആം ടോക്കിംഗ് ഇൻ 2005, ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മൈ ബിഫോർ 2005 ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മൈ ആഡ്സിനൊക്കെ ഇവിടെ എറണാകുളത്ത് പങ്കജ കസ്തൂരിയുടെ പരസ്യങ്ങളിൽ അസിസ്റ്റ് ചെയ്തിരുന്നു. ഞാനതാ പറഞ്ഞത്, ഞാൻ ആദ്യമായിട്ട് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ കാണുന്ന നടൻ ലാലേട്ടനാണ്. ലക്കി ലക്കി. അന്ന് രണ്ട് പരസ്യങ്ങളിൽ അങ്ങനെ ഇൻവോൾവ് ആവാൻ പറ്റി. ഞാൻ വളരെ എന്താ പറയുന്നത്, നമ്മൾ അതുവരെ സിനിമകളിൽ കണ്ടിരുന്ന ലാലേട്ടനെ റിയൽ ലൈഫിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്ന കണ്ടിങ്ങനെ വായും പൊളിച്ച് നിന്നിട്ടുണ്ട്. ബിക്കോസ് ദ കൈൻഡ് വളരെ ഓർഗാനിക്കായിട്ട് ആണ് അദ്ദേഹം ഇംപ്രൂവൈസേഷൻ ചെയ്യുന്നത്. ഓരോ സിനാരിയോസിനെ ഇംപ്രൂവൈസ് ചെയ്യുന്നതും പെർഫോം ചെയ്യുന്നതൊക്കെ വളരെ കൗതുകപൂർവ്വം കണ്ടു നിന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ കരിയറിൻ്റെ ബിഗിനിങ്ങിൽ അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ ഫീൽ ചെയ്തത്. ഡെഫിനറ്റ്ലി. സോ ഞാൻ സിനിമയിൽ അസിസ്റ്റ് ചെയ്തിട്ടില്ല. സിനിമയിൽ അസിസ്റ്റ് ചെയ്യാണ്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാം. ഹൗ ഡു യു ഫൈൻഡ് യുവർ ഫിനാൻസസ്? ഇവിടുന്ന് ആഡിൽ അസിസ്റ്റ് ചെയ്ത ശേഷം ദെൻ ചെന്നൈക്ക് തിരിച്ചു പോകാണ് ഉണ്ടായത്. അവിടെ പോയി ഒരു വർഷം. എന്തായിരുന്നു ഫീസ് കിട്ടുന്ന അസിസ്റ്റ് ചെയ്യുമ്പോൾ? വളരെ ഞാൻ ഫസ്റ്റ് ഐ മീൻ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഏറ്റവും താഴെയാണ് ഞാൻ, റിപ്പോർട്ട് ചെയ്യണം. അപ്പം കിട്ടുന്നൊരു ബെയർ മിനിമം ഹാർഡ്ലി 5,000 6,000 ഒക്കെ 3,000 to 5,000 ഒക്കെയാണ് ഒരു ആഡിനൊക്കെ. എത്ര ആഡ് ചെയ്യും ആ സമയത്ത്? ഐ മീൻ അന്ന് 1-2 ആഡ്. അന്ന് ഈ മണി എന്നുള്ളതിനപ്പുറം ഞാൻ പറയട്ടെ, മണി എന്നുള്ളതിനപ്പുറം നമുക്കിത് കൂടെ നിന്ന് പഠിക്കുക എന്നുള്ളതല്ലേ വളരെ ഇമ്പോർട്ടൻ്റ്. ഞാനപ്പോഴും ലേണറാണ്. ആൻഡ് I work with Vinod Eke, one of the leading ad filmmakers in Kerala. I think I worked with him for Kitchen Treasure. Okay. Yes.
ഞാൻ അദ്ദേഹത്തിൽ നിന്നാണ് ശരിക്കും ഫിലിം മേക്കിംഗ് പഠിച്ചത്. ഇന്നും എൻ്റെ ഒരേ ഒരു ഗുരു എന്ന് പറയുന്നത് വിനോദ് സാറാണ്. ആൻഡ് ഹൗ ഹി ഹാൻഡിൽ ദ സെറ്റ്, ഹൗ ഹി കൺട്രോൾ. യൂഷ്വലി ഹ്യൂജ് ആയിരിക്കും സെറ്റ്സ്. അതെ, സെറ്റ് കുറേ ആൾക്കാരുണ്ടാകും. ഹൗ ഹി മേക്ക് ആക്ടേഴ്സ് പെർഫോം. വിനോദ് സാറിൻ്റെ എല്ലാ ആഡിലും ഒരു ക്വർക്കിനെസ് ഉണ്ട്, ഒരു എലിമെന്റ് ഓഫ് ഫൺ ഉണ്ട്. എങ്ങനെയാണ് ഈ ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്, ഇതൊക്കെ സാറിൽ നിന്നാണ് ഞാൻ പഠിക്കുന്നത്. പക്ഷെ അതിനുശേഷം ഞാൻ ചെന്നൈക്ക് തിരിച്ചു പോകണുണ്ടായത്. എൻ്റെ നേരത്തെ ചോദിച്ചല്ലോ, മണി ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയ ഫാക്ടറായിരുന്നു. എനിക്ക് PR ജോലി കിട്ടി ഒരു വർഷത്തേക്ക്. സോ ഐ വർക്ക് ഇൻ PR, ഹാൻഡ് ബ്രാൻഡ് പാർട്ട്നേഴ്സ് പറയുന്നത്. അത് കഴിഞ്ഞ് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്തു 3 വർഷം. ഓക്കെ. അവരുടെ ഇന്നൊവേഷൻ ടീമിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ഈ കാലഘട്ടത്തിൽ ചെയ്ത ഒരേ ഒരു കാര്യം, എപ്പോഴൊക്കെ സമയമുണ്ടോ, എസ്പെഷ്യലി വീക്കെൻഡ്സ്, സാറ്റർഡേ സൺഡേസ് ഫ്രീ ആയിട്ടുള്ള സമയത്ത്, ഐ ട്രൈ ടു മേക്ക് ഷോർട്ട് ഫിലിംസ്. യു ബെഗ് ബോറോ സ്റ്റീൽ എന്ന് പറയുന്നത്. ആ രീതിയിൽ ക്യാമറയൊക്കെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ക്യാമറാസൊക്കെ ഉണ്ടാവും കയ്യിൽ. അപ്പം ഇത് ഒരു വീക്കെൻഡൊക്കെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ചിലപ്പോൾ ലേറ്റ് നൈറ്റ്, പിറ്റേ ദിവസം തിരിച്ച് റിട്ടേൺ ചെയ്യേണ്ട ക്യാമറ ആയിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ ലേറ്റ് നൈറ്റ് മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഷൂട്ട് ചെയ്യുക. ഓക്കെ. സോ ഐ സ്ലോലി ബിക്കേം എ സെൽഫ് ഷൂട്ടിംഗ് ഷോർട്ട് ഫിലിം മേക്കർ. ഓൾമോസ്റ്റ് നോ ബഡ്ജറ്റ് ഷോർട്ട് ഫിലിംസ് ആണ് എല്ലാം. യൂട്യൂബിൽ കുറേ ഉണ്ട്. അത് ഇറ്റ്സ് ലുക്സ് വെരി അമച്വർ നൗ. പക്ഷെ അന്ന് ദാറ്റ് വാസ് മൈ ലേണിംഗ്. ഉറപ്പായിട്ടും. You had your buddies also to help you. ഉറപ്പായിട്ടും. ഞാൻ മെഡ്രാസ് ക്രിസ്ത്യൻ കോളേജിന് അടുത്താണ് താമസിച്ചിരുന്നത്. സോ ഐ ഓൾവേസ് ഗെറ്റ് സം സോർട്ട് ഓഫ് റിസോഴ്സ് ഫ്രം. എനിക്ക് എന്തായാലും ആക്ടേഴ്സായിട്ടും സുഹൃത്തുക്കളായിട്ടും ഒക്കെ MCCയിൽ നിന്ന് ഈസി ആയിട്ട് സ്റ്റുഡൻസിനെ പിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറേ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2010 ചെയ്തൊരു ഷോർട്ട് ഫിലിമിന് ഐക്യരാഷ്ട്രസഭയുടെ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ്, ഡെൻമാർക്കിൽ നടന്ന ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസിലെ മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കുകയും ശേഖർ കപൂർ ആയിരുന്നു അതിൻ്റെ ജൂറി, വൺ ഓഫ് ദ ജൂറി മെമ്പേഴ്സ്. ഒരു വലിയ ബ്ലെസ്സിങ് ആയിട്ടാണ് കാണുന്നത് അഗെയിൻ. സോ അത് 7 ദിവസം കോപ്പൻഹാഗൻ ലേക്കിൻ്റെ നടുക്കുള്ള ഒരു 4 സൈഡഡ് കാർബൺ ക്യൂബ് സ്ക്രീനിൽ 7 ദിവസം പ്രൊജക്റ്റ് ചെയ്യൊക്കെ ഉണ്ടായി. ഒരു 1000 പൗണ്ട് പ്രൈസ് മണിയൊക്കെ ഉണ്ടായിരുന്നു. സോ that would have been so much of motivation there. ആ സമയത്താണ് ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നതും ഞാൻ UK പോകുന്നതും എൻ്റെ ഫിലിം സ്റ്റഡീസ് ചെയ്യുന്നതും. അങ്ങനെ ഒരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. 2011-12 കാലഘട്ടത്തിൽ UK ഞാൻ എൻ്റെ ഫിലിം സ്റ്റഡീസ് ചെയ്തു. തിരിച്ചു വന്ന് ആക്റ്റീവ്ലി സ്ക്രിപ്റ്റ് എഴുതാനും. ഫാദർ ആൻഡ് ഓൾ സപ്പോർട്ടഡ് ദിസ് ജേർണി. ആ സമയം മുതൽ ഇവർക്കും ഏതാണ്ട് ഒരു തിരിച്ചറിവുണ്ടായി എൻ്റെ ഫീൽഡിൽ. ഇവൻ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് പ്രഷർ ഉറപ്പായിട്ട് ഉണ്ടായിരുന്നാണ് അല്ലേ? പ്രഷറിനൊക്കെ കൂടുതൽ കൺസേൺ ആണ് എപ്പോഴും. നമ്മൾ എന്നെ ഇത് ചെയ്യണം അങ്ങനെ പ്രഷറൈസ് ചെയ്യുന്ന പേരൻസ് അല്ല. പക്ഷെ അവർക്ക് എല്ലാവർക്കും ഒരു ആങ്സൈറ്റി ഇഷ്യൂസ് ഉണ്ടാവുമല്ലോ. ബിക്കോസ് എനിക്ക് വന്നിരിക്കുന്ന ഒരു ഇത് എക്സ്പീരിയൻസ് എന്താണെന്ന് വെച്ചാൽ, സോ ഐ എം ഓൺ സ്റ്റേജ്. ഇപ്പം ഗവൺമെന്റ് ട്രിവാൻഡ്രത്തിന്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് എംപ്ലോയീസ് അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. സോ യു ആർ ടോട്ട് ടു ഗെറ്റ് ഇൻ ടു എ ഗവൺമെന്റ് ജോബ്. മൈ ഡാഡ് വാസ് ഇൻ എയർപോർട്ട്. അപ്പം അതിലോട്ടാണ് നീ പോകേണ്ടെന്നുള്ള ഇതിൽ. സോ വെൻ എവർ വി ടെൽ ഹിം ലൈക്ക് ദിസ് ഇസ് വാട്ട് ഐ ഡു, ഐ എം ഓൺ സ്റ്റേജ്, ദാറ്റ് ഐ ഏൺ ആസ് മച്ച് as them in this 3 or 4 shows, and he's like, അതൊക്കെ ശരി, നീ ജോലി എന്താ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ദ മെയിൻ തിങ്. സോ ദേ ഡോണ്ട് ഈവൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് മീഡിയ ഇസ്. That's the main thing. അതിൻ്റെ വേറൊരു ഫാക്ട് കൂടെ ഞാൻ പറയാം. ഈവൻ നൗ സിനിമ ഇപ്പോഴും വളരെ ഇൻഡിസിപ്ലിൻഡ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് only in Kerala maybe ആ മലയാളം ഇൻഡസ്ട്രീൻ്റെ ആയിരിക്കാം. ഈവൻ ഐ ഹാവ് ഗോൺ ടു ബോംബെ, ഐ ഹാവ് സീൻ ദ തമിഴ് ഇൻഡസ്ട്രി. ഇപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി, which one do you find the best at least? എനിക്ക് ഈ ലാംഗ്വേജസ് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. തമിഴും ഹാൻഡിൽ ചെയ്യാം, ഹിന്ദി ഹാൻഡിൽ ചെയ്യാം, ഈവൻ തെലുഗു ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഐ കനോട്ട് സംസാരിക്കാൻ പറ്റില്ല. പഠിച്ചത് ഞാൻ ഹൈദരാബാദിലായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ലാംഗ്വേജ് നന്നായിട്ട് മനസ്സിലാവും. സോ എനിക്ക് എല്ലാ ലാംഗ്വേജിലും സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തമിഴിൽ ചെയ്യണമെന്നുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് ഈ ലൂക്കയ്ക്ക് വേണ്ടി പ്രൊഡ്യൂസറെ തപ്പിയിടുന്നൊരു സമയം, എനിക്ക് പ്രൊഡ്യൂസർ ആവുന്നില്ല. എന്നാൽ നമുക്ക് 2014 ടൊവിനോയായിട്ട് ഫസ്റ്റ് ഡ്രാഫ്റ്റ് സംസാരിക്കുക. അതിനുശേഷം 2018 സിനിമ ഓൺ ആവുന്നത്. 4 years ഞാൻ പ്രൊഡ്യൂസറിനെ തപ്പി നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്തായാലും സിനിമയാണ് പ്രൈം എയിം എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായി. എനിക്കൊരു സിനിമ ചെയ്യണം തീർച്ചയായിട്ടും. അങ്ങനെയെങ്കിൽ ഒരു സമയത്ത് അങ്ങനെയെങ്കിൽ
ഒരു ഫീച്ചർ ഫിലിം എന്തുകൊണ്ട് സ്വയം ചെയ്തുകൂടാ? ഫീച്ചർ ഫിലിമിന് ഒരു ഡെഫിനേഷനേ ഉള്ളൂ, അത് ലെങ്ത് മാത്രമാണ്. ഈ ലെങ്ത്തിന് മേലെയുള്ള ഏത് സിനിമയും ഫീച്ചർ ഫിലിമാണ്. അങ്ങനെയാണെങ്കിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഒരു ഫീച്ചർ ഫിലിം എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നൊരു തോട്ടിലാണ് ഒരു കാനൺ DSLR 60 DSLR ക്യാമറ UK പഠിച്ച സമയത്ത് പാർട്ട് ടൈം ചെയ്ത് ഉണ്ടാക്കി ആ ഏർണിങ്സിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു ക്യാമറ ഉണ്ടായിരുന്നു. ഒരു Zoom H1 മൈക്ക് ഉണ്ടായിരുന്നു സൗണ്ട് റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ക്യാമറയും ഈ മൈക്കും ഒരു ട്രൈപോഡ് പോലും യൂസ് ചെയ്തിട്ടില്ല. ഒരു ചെന്നൈയിൽ ഒരു ഹോണ്ട ആക്റ്റീവ സ്കൂട്ടർ ഉണ്ടായിരുന്നു. ആ സ്കൂട്ടറിൽ UK പോലീസുകാരനായിട്ട് അഭിനയിച്ച നിതിൻ ജോർജ് സുഹൃത്താണ്. നിതിനും ഞാനും കൂടെ ചെന്നൈ മുതൽ രാമേശ്വരം വരെ പലപ്പോഴായിട്ട് ട്രാവൽ ചെയ്ത് ഒരു ഓർഗാനിക് സ്ക്രിപ്റ്റിനെ ഫോളോ ചെയ്ത് ഒരു ഫീച്ചർ ലെങ്ത് ഫിക്ഷൻ ഫിലിം, നറേറ്റീവ് സിനിമ തന്നെ, ഒരു കഥ പറയുന്ന ചിത്രം, ഡോക്യുമെന്ററി 1.5 മണിക്കൂറിലെ സിനിമ. അതിനാകെ യൂസ് ചെയ്ത ഫെസിലിറ്റി ഇതാണ്. ഈ കാനൺ DSLR ക്യാമറയും ഒരു Zoom H1 മൈക്കും നിതിനെ പോലുള്ള ആക്ടറും. സോ ഞങ്ങളൊരു ഫീച്ചർ ലെങ്ത് സിനിമ അങ്ങനെ ഞാൻ എൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് ചെന്നൈയിൽ രജിസ്റ്റർ ചെയ്യുകയും പടം സെൻസറൊക്കെ ചെയ്ത് ലിറ്ററലി ഒരു ഫീച്ചർ ഫിലിം ചെയ്തു എന്നുള്ളൊരു ടൈറ്റിലാണ് അലൈൻ ദിസൈ. അത് ചിലപ്പോൾ കുറേ ഏരിയാസ് അമച്വറായിട്ട് തോന്നുന്നു. അലയുടെ ദിശ എന്നുള്ളതിനാണ് അലൈൻ ദിസൈ. അപ്പോൾ ഇതും കൊണ്ട് ഒരു കാര്യമേ പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ, ആരുടെയും സപ്പോർട്ട് ഇല്ലാതെ. ഈവൻ ഇഫ് ഐ ഡോണ്ട് ഹാവ് എനിബഡി ടു സപ്പോർട്ട്, ഒരു പ്രൊഡ്യൂസർ ഇല്ലെങ്കിലും ആരില്ലെങ്കിലും എനിക്കൊരു ഫീച്ചർ ഫിലിം ചെയ്യാൻ പറ്റുന്നത് എനിക്ക് എന്നെ തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ. And how was the response about that? ആ സിനിമ ഞാൻ ഇപ്പോഴും പുറത്തേക്ക് വിട്ടിട്ടില്ല. Yeah, but you would have actually shown it to few people? ഉറപ്പായിട്ടും. പിന്നെ മാത്രമല്ല, അലൈൻ ദിസയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടീമിൽ വർക്ക് ചെയ്ത എല്ലാവരും ചേർന്നിട്ടാണ് ലൂക്കയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്നത്. എനിക്ക് എല്ലാവരെയും പേ ബാക്ക് ചെയ്യാൻ പറ്റിയത് ആ രീതിയിലാണ്. അതുപോലെ അലൈൻ ദിസയിൽ അഭിനയിച്ച നിതിൻ ജോർജ് ആണ് ലൂക്കയിലെ പോലീസുകാരനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. സോ ഇവരെല്ലാം എൻ്റെ ആ ജേർണിയിൽ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. കയ്യിലൊറ്റ പൈസ ഇല്ലാതെ. ആ സിനിമയുടെ എക്സ്പെൻസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആകെ ട്രാവൽ എക്സ്പെൻസും ഫുഡ് എക്സ്പെൻസുകളും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്നുമില്ലാതെ ഒരു സിനിമ, ഒരു നമ്മളിതിനൊരു ടേം ഉണ്ട്, ഗൊറില്ല ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഗൊറില്ല ഫിലിം മേക്കിംഗ്. പെർമിഷൻസ് ഒന്നും പലപ്പോഴും എടുക്കാൻ പറ്റാറില്ല. അപ്പോൾ എന്ത് ചെയ്യും? നേരെ ചോദിക്കുന്നു ആൾക്കാരുടെ അടുത്ത്. ചിലപ്പോൾ സ്പേസുകളുടെ പെർമിഷൻ ഒന്നും കിട്ടാറില്ല. പക്ഷേ ദ വേ യു ടോക്ക്, നമ്മൾ പോയി സംസാരിച്ച് എങ്ങനെ അത് ഒപ്പിച്ചെടുക്കുന്നു. പിന്നെ ചില സിറ്റുവേഷൻ ഇല്ലില്ല. ഞാൻ ആസ് എ ഡോക്യുമെൻ്ററി ഫിലിം മേക്കറായിട്ട് ഞാൻ കുറേ ട്രാവൽ ചെയ്തിരുന്നു പറഞ്ഞല്ലോ. ഇതിൽ നിന്ന് പഠിച്ചൊരു വലിയ എക്സ്പീരിയൻസ്. ആൾക്കാർ എപ്പോഴും ഹെൽപ്പ് ചെയ്യാനാണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. എനിക്ക് നെഗറ്റീവ് എക്സ്പീരിയൻസുകൾ വളരെ. ക്യാമറ കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ്, അതിന്റെ എക്സൈറ്റ്മെന്റ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും സിനിമ ഇഷ്ടമാണ്. സിനിമ എല്ലാവർക്കും ഇഷ്ടമാണ്. സിനിമയുടെ ഭാഗമാവാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പൊ ആ ഹെസിറ്റേഷൻ കുറവാണ്. അതിന് കൂടെ നിൽക്കാനാണ് കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു ഒരു രീതിയിൽ ചിന്തിച്ചാൽ ഇതൊരു ലക്കി ആർട്ട് ഫോമാണ്. ഈ ഒരു എക്സ്പീരിയൻസ്, ഇങ്ങനെ ഒരു സിനിമ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് പരിപൂർണമായിട്ട് കോൺഫിഡൻ്റ്ലി പറയാൻ പറ്റുന്നൊരു കാര്യം, ഐ എം എ വെരി ഗുഡ് ക്രൈസിസ് മാനേജ്മെന്റ് പേഴ്സൺ. അതാണ് നമ്മുടെ ലൈഫിൽ ആദ്യം വേണ്ടത്, ക്രൈസിസ് മാനേജ്മെന്റ്. പീപ്പിൾ ഒരു സംവിധായകനെ സംബന്ധിച്ചിട്ട് ഒരു 60% ക്രിയേറ്റീവ് ജോബ് ആണെങ്കിൽ ബാക്കി 40% പീപ്പിൾ മാനേജ്മെൻറ്റും ക്രൈസിസ് മാനേജ്മെൻറ്റുമാണ്. സോ ഐ വോണ്ട് ടു ആസ്ക് യു, നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു ക്യൂരിയോസിറ്റിക്കാണ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് കറക്റ്റായിട്ട് നോക്കിയാൽ നമ്മൾ ബഡ്ജറ്റ് ആ ഒരു ലെവലിൽ നിർത്താൻ പറ്റും? യൂഷ്വലി ഐ ഹാവ് സീൻ ലോട്ട് ഓഫ് പ്രൊഡ്യൂസേഴ്സ് റിയലി ക്രൈങ് once it goes beyond their this thing. അങ്ങനെ a couple of movies I was also part of it, very small roles, but the discussion that happened between them and all, I keep listening to that because I somehow was always interested in the production part also. അത് എന്തായിരിക്കും അങ്ങനെ തോന്നുന്നത്? ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ഹോണസ്റ്റ്ലി ദേ ഷുഡ് ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്. ഒന്ന് സംവിധായകനും അസോസിയേറ്റ് ഡയറക്ടർക്കും പിന്നെ ഇതിനെപ്പറ്റി ഒരു വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഈ അസോസിയേറ്റ് ഡയറക്ടറുടെ ജോലി എന്ന് പറയുന്നത് വളരെ മാത്തമാറ്റിക്കൽ ജോലിയാണ്. നല്ല കണക്കറിയുന്ന ഒരാളാണ് ഈ അസോസിയേറ്റ് ഡയറക്ടർ. ഡയറക്ടർ കൂടുതൽ ക്രിയേറ്റീവ്, പരിപൂർണമായിട്ട് അതിൻ്റെ ക്രിയേറ്റീവ് ആസ്പെക്ട്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സെറ്റിലെ കണക്കുകൾ എന്ന് വെച്ചാൽ ഇന്നത്തെ സമയത്ത് ഇന്ന ഷോട്ട്, ഇന്ന സീൻ നമുക്ക് തീർക്കാൻ പറ്റും, ഇന്ന ആർട്ടിസ്റ്റ് അവൈലബിൾ ആണ്, ഇത് ഇന്ന സീനുകൾ ആ സമയത്ത് കോസ്റ്റ് എഫക്റ്റീവ്ലി, അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഇപ്പം ഒരു ഡയറക്ടർക്കും, ഒരു നല്ല ഡയറക്ടർക്കും ഒരു നല്ല അസോസിയേറ്റ് ഡയറക്ടറും ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്താൽ അലോങ് വിത്ത് ദ പ്രൊഡ്യൂസർ ആൻഡ് ദ കൺട്രോളർ പ്രോപ്പർലി,
നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് ഷൂട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും, ഐ മീൻ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അൾട്ടിമേറ്റ്ലി എല്ലാവരും വിചാരിക്കണം, എല്ലാവർക്കും ഇതിനെപ്പറ്റി അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിരിക്കും. ഡയറക്ടർ ഈസ് ലീഡിങ് ഇറ്റ്, he should have a clear understanding about, or maybe empathetic about the other's money അല്ലേ? ഉറപ്പായിട്ടും ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ഡയറക്ടറുടെ വിഷൻ ആണെങ്കിലും ആ വിഷൻ അച്ചീവ് ചെയ്യാൻ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഇറ്റ്സ് എ പ്രൊഡ്യൂസർ. ഹീസ് ദ വൺ ഹു, പ്രൊഡ്യൂസർ അല്ലേ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് പണി. അപ്പോൾ പ്രൊഡ്യൂസർക്ക് പരിപൂർണമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള രീതിയിൽ ആ സിനിമ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒരു സംവിധായകൻ്റെ കടമയാണ്. സോ അത് എഫക്റ്റീവായിട്ട് അതിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഡയറക്ടറുടെ സ്കില്ലാണ്. സോ ഓൾ ദീസ് മൂവീസ് ദാറ്റ് യു ഹാവ് ഡൺ, എന്ത് തോന്നുന്നു ആ ഒരു കാര്യത്തിൽ? എനിക്ക് പേഴ്സണലി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ സിനിമയിൽ വർക്ക് ചെയ്തിട്ടില്ല, അസിസ്റ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ പ്രോബബ്ലി സെൽഫ് ഷൂട്ടിംഗ് ഫിൽം മേക്കിംഗ് എക്സ്പീരിയൻസ് അതെന്നെ ഒരു നല്ല ക്രൈസിസ് മാനേജ്മെന്റ് പേഴ്സൺ ആക്കിയിട്ടെന്ന് എനിക്കെപ്പോഴും തോന്നാറുണ്ട്. പലപ്പോഴും ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഏറ്റവും ഹാപ്പി ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യാൻ കൊണ്ടുപോവുക. അതുകൊണ്ട് തന്നെ ഒരു സെറ്റ് ഏറ്റവും ഹാപ്പി ആയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ with no compromises, but everything is right. എല്ലാവരും അവരുടെ വർക്ക് കറക്റ്റായിട്ട് ചെയ്യുക. അങ്ങനെ എന്നാൽ പ്രഷർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എല്ലാവർക്കും ഓണർഷിപ്പ് ഉണ്ടെങ്കിൽ പ്രഷർ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആയി പൊക്കോളും. അപ്പോൾ അവരവരുടെ ടാസ്കിൽ വളരെ സ്മാർട്ടായിട്ട് പ്ലേ ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ പാരാമീറ്റേഴ്സും പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ക്യാപ്റ്റനായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഈ വരുന്ന ക്രൈസിസുകളൊന്നും ഒന്നുമല്ല. ആ ക്രൈസിസൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഡീൽ ചെയ്ത് പോയിക്കോളും. സോ അതുകൊണ്ട് തന്നെ ഈ 3 സിനിമകളിലും എനിക്ക് യാതൊരു കോംപ്രമൈസും ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മൾ പറഞ്ഞ സമയത്ത് ഷൂട്ട് തീർന്നിട്ടുണ്ട്, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. സോ ഈ ഒരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരിക്കുന്നത് പ്രോബബ്ലി സ്വന്തമായിട്ടുള്ള ഒരു ജേർണി ആണല്ലോ. അതെ, ആ ഒരു സ്വന്തമായിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്തതുകൊണ്ടും ഒരു മിനി പ്രൊഡ്യൂസർ തന്നെയാണ്. അതെ, തീർച്ചയായിട്ടും. ഞാൻ ആസ് എ പ്രൊഡ്യൂസർ, ഞാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ രജിസ്റ്റേർഡ് ആണ് ഞാൻ അവിടെ ചെന്നൈയിൽ. അപ്പം ആ ഒരു ജേർണി ഉണ്ടായത് കൊണ്ടും ക്രൈസിസുകൾ എപ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാവാം, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഡീൽ ചെയ്യേണ്ടതെന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളതുകൊണ്ടൊക്കെ ആയിരിക്കും ഒരു പക്ഷേ കുറച്ചും കൂടെ ബുദ്ധിപൂർവ്വം നമുക്ക് പല കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ സാധിക്കുന്നത്. സോ ഹൗ ഡു യു ഗെറ്റ് ദ വൺ ലൈനർ ഓഫ് ദ മൂവീസ്? ഇപ്പം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വൺ ലൈനേഴ്സ് എങ്ങനെയാണ് പിക്കപ്പ് ചെയ്യുന്നത്? ലൈക്ക് യു നോ, ദിസ് ഈസ് വെയർ ഐ ക്യാൻ സ്റ്റാർട്ട് ആൻഡ് വാട്ട് ഇൻസ്പയർസ് യു? എന്തൊക്കെയാണ്? ഒരു തോട്ട് എവിടെ നിന്ന് വേണമെങ്കിലും വരാം. ഇറ്റ് കുഡ് ബി ഫ്രം എ ജേർണി, കണ്ടുമുട്ടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പേഴ്സണലി ഉണ്ടാകുന്ന ചില എക്സ്പീരിയൻസ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ആദ്യത്തെ സ്ക്രിപ്റ്റ് പറഞ്ഞല്ലോ, സിനിമയായിട്ടില്ല എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ്, അത് എൻ്റെ ഒറീസയിലുള്ള ഗോണ്ട്, ബുഞ്ചിയ പോലുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റീസുമായിട്ട് ഉള്ള എക്സ്പീരിയൻസ്. സിനിമയുടെ പേര് ഇപ്പോൾ ഒരു വർക്കിംഗ് ടൈറ്റിലേ ഉള്ളൂ, പ്രോപ്പർ പേര് ഇട്ടിട്ടില്ല. അതിന് ബലിയ എന്നാണ് അതിനിട്ടിരുന്നത്. ബലിയ എന്ന് പറയുന്നത് ബൽറാമൻ. ഇറ്റ്സ് എ മലയാളം ഫിലിം. അത് ഒറീസൻ മൈഗ്രന്റ് വർക്കർ കേരളത്തിൽ ഒരു കുഗ്രാമത്തിൽ മുൻചുണ്ടിക്കാരനും പിശുക്കനുമായിട്ടുള്ള ഒരു കിളവൻ്റെ വീട്ടിൽ പച്ചക്കറി തോട്ടത്തിന് കാവലായിട്ട് വരുന്ന, അതിനുശേഷം അയാളും ഈ ബഡ്ഡി ഫിലിം. ഫസ്റ്റ് ഹാഫ് കേരളത്തിലും സെക്കൻഡ് ഹാഫിൽ ഒറീസയിലായിട്ട് ഷൂട്ട് ചെയ്യേണ്ടിയിരുന്ന ഒരു സിനിമയാണത്. അതിൻ്റെ തോട്ട് ശരിക്കും എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് അവിടെ ഉള്ളത്. അത് പിന്നെ മാതൃഭൂമി ആശുപത്രിയിൽ വന്ന ഒരു ആർട്ടിക്കിളിൽ വായിച്ചു. അന്ന് വന്ന ഒരു ആർട്ടിക്കിളാണ്, ഒരു മലയാളിയും ഞങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കാറില്ല എന്നൊരു മൈഗ്രന്റ് വർക്കർ പറയുന്നതായിട്ട്. ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഒരാളെ വാല്യൂ ചെയ്യുക എന്നുള്ളതാണ്. ഒരു മൈഗ്രന്റ് വർക്കറിനെ നമ്മൾ എന്തിനു വാല്യൂ ചെയ്യണം? കറക്റ്റ്, അതൊരു മൈൻഡ് സെറ്റ് ആണ്. അപ്പം അയാളൊരു ജോലിക്കാരൻ മാത്രമാണ്. ഒരേ വ്യക്തിയുടെ 2 മുഖങ്ങൾ, 2 ജിയോഗ്രഫിയിൽ, അത് തന്നെയാണ് അതിൻ്റെ തോട്ട്. ലൂക്ക ഡിറൈവ് ചെയ്ത് വേറെ ഇൻസ്റ്റൻസിനാണ്. ഒരിക്കൽ റോഡ് സൈഡിൽ കൊണ്ട് നടക്കുമ്പോൾ ഒരു ആക്രിക്കടയിൽ ഈ റീഡേഴ്സ് ഡൈജസ്റ്റ് വന്ന കുറേ കഥകളുടെ കളക്ഷൻസ് കാണുകയും, അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചുകൊണ്ട് നടന്നു ഒരു സുഹൃത്തുണ്ടായിരുന്നു, ഒരു അസാമി ഫ്രണ്ട്. അയാൾ ഒരുമിച്ച് സംസാരിച്ചുകൊണ്ട് പോകുന്നതിനിടയ്ക്ക് ഈ പുസ്തകം സെക്കൻഡ് ഹാൻഡ് പുസ്തകമാണ്, പലരുടെയും കൈമറിഞ്ഞു വന്ന പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകത്തിനൊരു കഥയില്ലേ, അപ്പോൾ ഈ പുസ്തകത്തിനിടയ്ക്ക് ആർക്കും എഴുതിയ ലെറ്റർ നമുക്ക് കിട്ടിയാൽ അതിനെ ഫോളോ ചെയ്താൽ അതിലൊരു സിനിമാ കഥയില്ലേ. അങ്ങനെ ചിന്തിച്ചപ്പോൾ അത് ശരിക്കും ലെറ്റർ ഉണ്ടായിരുന്നില്ല. ഇല്ല, നമ്മൾ ചിന്തിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് സപ്പോസ് ഈ പുസ്തകത്തിന്റെ താളുകളിൽ പോയിസൺ ഉണ്ടെങ്കിൽ, ഇത് വായിക്കുന്ന ഒരാൾക്ക് ഈ ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ
അതിനല്ലേ ലൂക്കയുടെ കഥ. Man, yes. ലൂക്കയുടെ മിസ്റ്ററി എന്ന് പറയുന്നത് അതാണ്. പിന്നെയാണ് അത് ലവ് സ്റ്റോറി ആവുന്നതും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായി മാറുന്നത്. പക്ഷെ എൻ്റെ കീ എലിമെൻറ്റ് ത്രെഡ് എവിടെ നിന്ന് വന്നു ചോദിച്ചാൽ It can come from anywhere. ഇറ്റ് ക്യാൻ കം ഫ്രം എനിവെയർ. ഇപ്പോൾ ഇന്ന് 2 ദിവസം മുന്നേ വായിച്ചൊരു പുസ്തകത്തിൽ നിന്നുള്ള ഒരു ചെറിയ എലിമെൻ്റ് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒരു കഥ എഴുതാനായിട്ട്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. Okay. Almost May 10th ഉള്ളതുകൊണ്ടെങ്കിൽ സമയം തുടങ്ങിയിട്ടുണ്ട്. മിണ്ടിയും പറഞ്ഞ് ഞാൻ വായിച്ചൊരു ഷോർട്ട് സ്റ്റോറിയുടെ, വളരെ വിഖ്യാതമായിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയുടെ, ഒരു ഇംഗ്ലീഷ് ഷോർട്ട് സ്റ്റോറിയുടെ വളരെ മലയാളീകരിച്ചൊരു അഡാപ്റ്റേഷനാണ്. അതിനെ ബേസ് ചെയ്തിട്ട് മറ്റൊരു സിനിമ ഉണ്ടായിട്ടുണ്ട്. അതൊരു സസ്പെൻസാണ്, ഞാനത് ഇപ്പിടുന്നില്ല. ഓ ഹെൻറിയുടെ ഷോർട്ട് സ്റ്റോറിയാണ്. പക്ഷെ അതിൻ്റെ ഒരു അഡാപ്റ്റേഷനാണ് മിണ്ടിയും പറഞ്ഞത്. അപ്പോൾ നമുക്ക് വായിക്കുന്ന പുസ്തകങ്ങളിൽ നിന്ന്, യാത്രകളിൽ നിന്ന്, കാണുന്ന ആൾക്കാരിൽ നിന്ന്, നമുക്ക് സംഭവിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെ നമുക്കൊരു തോട്ട് ഇവോൾവ് ചെയ്യും. ഇപ്പോൾ എഴുത്ത് കുറവാണ്, പക്ഷെ ഞാൻ കുറിച്ചിടാറുണ്ട്. ഇങ്ങനെയുള്ള തോട്ടുകൾ കുറിച്ചിടാറുണ്ട്. ഷോർട്ട് സ്റ്റോറി ആയിട്ടല്ല, പ്രോബബ്ലി പോയിന്റുകളായിട്ട് കുറിച്ചിടാറുണ്ട്. പണ്ട് എഴുതാറുണ്ടായിരുന്നു സ്കൂൾ ടൈമിൽ. പക്ഷെ ഇന്നിപ്പോൾ അങ്ങനെ എഴുതാറില്ല. ഇന്ന് ഈ പോയിന്റുകളായിട്ട് കുറിച്ചിട്ടിട്ട് അതൊരു തിരക്കഥ പോലെ ആക്കാറാണ് ചെയ്യാറ്. സോ നമ്മുടെ ലൂക്കയുടെ ജേർണി എന്ന് പറഞ്ഞാൽ കോൺസെപ്ഷൻ തൊട്ട് ലൈക്ക് യു നോ ടിൽ തിയേറ്റർ ഇറ്റ് വാസ് എ ലോങ് ജേർണി യു സെഡ്. ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് വാസ് എ സ്ട്രഗിൾ ടു ഗെറ്റ്, ഐ ഹവ് റെഡ് ദറ്റ് ഇറ്റ് വാസ് എ സ്ട്രഗിൾ ടു ഗെറ്റ് പ്രൊഡ്യൂസിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടിയെന്ന്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ദറ്റ് ഐ ഹാവ് ഇൻ മൈ മൈൻഡ് ഇസ്, റിലീസ് ആയതിനു ശേഷം ആൻഡ് സക്സസിന് ശേഷം ഏതൊക്കെ പ്രൊഡ്യൂസേഴ്സ് തിരിച്ചു വിളിച്ചിട്ട് അയ്യോ മോനെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ വാട്ട് വാസ് ദ റിയാക്ഷൻ? അങ്ങനെ ഇല്ല, സംസാരിച്ച പ്രൊഡ്യൂസേഴ്സ് ഒത്തിരി പേരൊന്നും പിന്നെ ഐ മീൻ ലൂക്കയുടെ സക്സസ്സിൽ എനിക്ക് ഏറ്റവും വലിയ ബ്ലസ്സിംഗ് ആയിട്ട് തോന്നിയത് ലൂക്കയുടെ ഡിസ്ട്രിബ്യൂട്ടർ സെഞ്ച്വറി ഫിലിംസ്, രാജീവ് മാത്യു സാറാണ് ഇതിൻ്റെ ഫസ്റ്റ് അഡ്വാൻസ് എനിക്ക് തരുന്നത്. ലൂക്ക തിയേറ്ററിലെത്തി സെക്കൻഡ് വീക്കോ തേർഡ് വീക്കോ രാജീവ് മാത്യു സാർ എന്നെ സെഞ്ച്വറിയുടെ ഓഫീസിലേക്ക് വിളിക്കുന്നു. ആൻഡ് ഹി വാസ് വെരി ഹാപ്പി. ആൻഡ് രാജീവ് മാത്യു സാറിൻ്റെ അടുത്ത് വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് അദ്ദേഹം. ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള, ഭയങ്കര രസമാണ് രാജീവ് മാത്യു സാറിൻ്റെ സംസാരിച്ചിരിക്കുന്നത്. ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ള സമയങ്ങളിലൊക്കെ എനിക്ക് വളരെയധികം റെസ്പെക്റ്റ് തോന്നിയിട്ടുള്ള ഒരാളാണ്. രാജീവ് മാത്യു സാറിൻ്റെ അടുത്താണ് എനിക്ക് ആദ്യമായിട്ടൊരു അഡ്വാൻസ് കിട്ടുന്നത്. പിന്നെ ഡയറക്ടർ സലീം അഹമ്മദാണ് മിണ്ടിയും പറഞ്ഞും പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഞങ്ങൾ ലൂക്കയുടെ സ്ക്രിപ്റ്റ് പുസ്തകമായിട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. അത് ഖത്തറിൽ നടന്ന ബുക്ക് ഫെസ്റ്റിൽ വെച്ചിട്ടാണ് അത് റിലീസ് ചെയ്തത്. ടൊവിനോ ആണ് അത് റിലീസ് ചെയ്തത്. അപ്പോൾ അന്ന് സലീം അഹമ്മദും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അന്ന് മീറ്റ് ചെയ്യുന്നതും പിന്നെ ഒരു സിനിമ ഒരുമിച്ച് സലീമക്ക പ്രൊഡ്യൂസറിൻ്റെ പ്രൊഡക്ഷനിൽ മിണ്ടിയും പറഞ്ഞും പോലൊരു സിനിമ സംഭവിക്കുന്നതും. അപ്പം ലൂക്കയുടെ പ്രൊഡ്യൂസേഴ്സ് ഇതുപോലെ ഇപ്പോഴും റെഗുലർലി വിളിക്കുന്ന ആൾക്കാരാണ് രണ്ടുപേരും. നല്ല സുഹൃത്തുക്കളാണ്, പ്രിൻസും ലിൻഡോയും ചെയ്തവര്. അതെ അതെ, ലൂക്കയുടെ പിന്നെ എപ്പോഴും കാണുമ്പോഴൊക്കെ അവർ ഐ മീൻ ദോസ് അന്ന് മീറ്റ് ചെയ്ത എല്ലാവരും തന്നെ സിനിമ കണ്ടിട്ടുണ്ട്. പിന്നെ കണ്ടിട്ടുള്ള ഡയറക്ട്ലി മീറ്റ് ചെയ്ത സമയത്തൊക്കെ So what was the reason they were saying that they were not able to produce? മെയിൻ ഫാക്ടർ ഐ മീൻ അതിനൊരു ഇത്തിരി കോംപ്ലിക്കേറ്റഡ് നറേറ്റീവ് സ്ട്രക്ചർ ഉണ്ട് ലൂക്കയ്ക്ക്. പിന്നെ അത് തുടങ്ങുന്നത് പ്രൊട്ടഗോണിസ്റ്റിന്റെ ഡെത്തിൽ നിന്നാണ്, മരണത്തിൽ നിന്നാണ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ ആയിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. ട്രാജഡിയാണ് ലിറ്ററലി. അത് എത്രമാത്രം ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യും. അല്ലാതെ ശരിക്കും ലൂക്ക നമ്മൾ ചെയ്ത രീതിയിൽ അത് ചെയ്തു വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും അക്സെപ്റ്റൻസ് വരില്ല സിനിമയ്ക്ക്. അതിനൊരു ആർട്ടിസ്റ്റിക് എസ്തറ്റിക് സ്ട്രക്ചറുണ്ട്, അതിനൊരു വിഷ്വൽ ലാംഗ്വേജ് ഉണ്ട്. ആ ലാംഗ്വേജ് നമ്മൾ അതേപടി തന്നെ ചെയ്തു വന്നാൽ മാത്രം. അതിൽ വെറുതെ ഒരു സിനിമ ഉണ്ടാക്കിയാൽ ഒരു പക്ഷേ അത് ആൾക്കാർ വെറുതെ ഒരു തട്ടിക്കൂട്ടി ഒരു സിനിമ ചെയ്താൽ ഇത്ര അക്സെപ്റ്റൻസ് വരില്ല. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡ്യൂസർ വരിക എന്നുള്ളതായിരുന്നു വളരെ ഇമ്പോർട്ടൻറ്റ്. സി നമ്മളൊരു സ്പെസിഫിക്കലി ഒരു ഇഷ്യൂവിനെ, ഒരു സീനിനെ പറ്റിയൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ല. വെരി റീസെൻ്റ്ലി ഇപ്പോൾ മാരിവില്യൻ ഗോപുരങ്ങളുടെ ഒരു ഇവൻറ്റിൽ വെച്ചിട്ട് പ്രൊഡ്യൂസർ ലിസ്റ്റിൻ സ്റ്റീഫനുമായിട്ട് സംസാരം ഉണ്ടായി. ലിസ്റ്റിനായിട്ട് മുന്നേ ഞാൻ ലൂക്ക സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ലിസ്റ്റിൻ വളരെ ഓപ്പൺ ആയിരുന്നു ഇന്ന് ഈ പ്രാവശ്യം കോൺവേഴ്സ് ചെയ്ത്. ലിസ്റ്റിന് അന്ന് ലൂക്കയുടെ ഒറിജിനൽ അന്ന് ഞാൻ കൊടുത്ത തിരക്കഥയുടെ അന്നത്തെ ടൈറ്റിൽ വരെ ഓർമ്മയുണ്ടായിരുന്നുള്ളതാണ് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് കാര്യം. So he was actually happy that he saw the movie like that. Exactly. Yeah.
അപ്പം ഇതിൽ ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഗമുണ്ടായിരുന്നു, വിച്ച് ഇസ് ലൈക്ക് എ ക്വസ്റ്റ്യൻ ദറ്റ് യു ബീൻ ഹിയറിങ് എപ്പോഴൊക്കെ ഇൻ്റർവ്യൂ കൊടുക്കാൻ പോയാലും. I wanted to ask you, ഈ സീൻസ് ഒക്കെ ഓൾറെഡി എഴുതിയതാണോ അത് ഇറ്റ് കെയിം ആസ് എ വിച്ച് സീൻ ആയിട്ട്? ഐ ആം ടോക്കിംഗ് അബൌട്ട് ദ സ്മൂച്ച് ആൻഡ് ഓൾ. പക്ഷെ അതൊരു കോൺട്രവേഴ്സി അല്ല, അതൊരിക്കലും ഒരു കോൺട്രവേഴ്സി ആയിട്ട് ഒരിടത്തും. ബട്ട് ഇറ്റ് വാസ് സ്പോക്കൺ അബൌട്ട്, ഒത്തിരി ആക്ച്വലി അധികം ആൾക്കാർ സംസാരിച്ചിട്ടില്ല. ആണോ? സംസാരിച്ചിട്ടുള്ളതാണ്. അപ്പം മീഡിയ മാത്രം ഇത് കാണിച്ചുകൊണ്ടിരിക്കുക. ഒന്നാമത്തെ കാര്യം അതൊരു വലിയ കോൺട്രവേഴ്സി ആയിട്ട് മാറിയിട്ടില്ല. സെക്കൻഡ്ലി ലൂക്കയിൽ ഇവർ രണ്ടുപേരുള്ള ലിവിങ് റിലേഷൻഷിപ്പ് ആരും ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. ഒരു അൺമാരിഡ് കപ്പിൾ ആൻഡ് ദെയർ ഇൻ എ ലിവിങ് റിലേഷൻഷിപ്പ്. അങ്ങനെയുള്ള ഒന്നാമത്തെ കാര്യം, ആൾക്കാർ നമുക്ക് എന്തും ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എന്ത് സബ്ജക്റ്റും ആൾക്കാരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് വൈസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരതിലിരിക്കും, അതിൻ്റെ ഇമോഷനിൽ ഇൻവോൾവ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. ഇതൊന്നും മായാനദി ഫോർ ദാറ്റ് മാറ്റർ, ഇറ്റ് വാസ് അഗൈൻ വി വർ ജസ്റ്റ് ഫ്ലോയിങ് വിത്ത് ദ ഇമോഷൻസ്. അതിന് ഒന്നും തോന്നുന്നു. ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു ബോൾഡ്. സോ ഐ ഓൾസോ ഹാവ് എ ക്വസ്റ്റ്യൻ ഇൻ മൈ മൈൻഡ് ദാറ്റ് യുനോ അങ്ങനത്തെ സീൻസ് നറേറ്റ് ചെയ്തപ്പോൾ വാസ് ഇറ്റ് ഓൾറെഡി ദേർ ഓർ ഇറ്റ് വാസ് ദേർ? ഇതെല്ലാം സ്ക്രിപ്റ്റിലുള്ള. അപ്പം പരിപൂർണ്ണമായിട്ട് ഞാൻ പരിപൂർണമായിട്ട് സ്ക്രിപ്റ്റിൽ വിശ്വസിക്കുന്ന സംവിധായകനാണ്. എനിക്കൊരു വെൽ റിട്ടൺ സ്ക്രിപ്റ്റ്, എസ്പെഷ്യലി വെൻ ഐ എം ഡൂയിങ് എ 100% കൊമേഴ്ഷ്യലി ഒരു പ്രൊഡ്യൂസറുള്ള ഒരു കൊമേഴ്ഷ്യലി വയബിൾ ആകണം എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു സിനിമ ചെയ്യണമെങ്കിൽ അതിനൊരു വ്യക്തമായിട്ടുള്ള റിട്ടൺ സ്ക്രിപ്റ്റ് ഉണ്ടായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇംപ്രൂവൈസേഷൻ സംഭവിക്കാം, അത് സിനിമയുടെ സ്വഭാവമാണ്. ആ ആർട്ട് ഫോം ഇംപ്രൂവൈസേഷൻ നടന്നുകൊണ്ടേയിരിക്കണം. വെൻ യു ഹാവ് എ സ്ക്രിപ്റ്റ്, അത് കൂടുതൽ ഇംപ്രൂവൈസ് ചെയ്യാനുള്ള സ്കോപ്പ് വളരെ ഉള്ളൂ, അതൊരിക്കലും താഴേക്ക് പോരില്ല. എന്ന് കരുതി അലൈൻ ദിസൈ പോലെ സിനിമ ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് സ്ക്രിപ്റ്റ്. അത് ഓർഗാനിക്കായിട്ട് വളർന്നു പോയിട്ടുള്ളൊരു സിനിമയാണ്. ഈ രണ്ട്. പക്ഷെ അവിടെ ഞാൻ ആരോടും ആൻസറബിൾ അല്ല. ഐ ഡോണ്ട് ഹാവ് എ പ്രൊഡ്യൂസർ ദർ, ഐ ആം പ്രൊഡ്യൂസിങ് ദ ഫിലിം. ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ ഞാൻ ആരോടും ആൻസറബിൾ അല്ല, ഇന്ന സമയത്ത് തീർക്കണം എന്ന് ഞാൻ ആൻസറബിൾ അല്ല. അത് ഓർഗാനിക്കായിട്ട് വളരട്ടെ എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പം നമ്മളൊരു ഇങ്ങനെയുള്ളൊരു സിനാരിയോയിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള സ്ക്രിപ്റ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ലൂക്കയിൽ ഷൂട്ട് ചെയ്ത എല്ലാ കോണ്ടൻറ്റും എല്ലാ സീനുകളും അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിനകത്ത് ഇംപ്രൂവൈസേഷൻ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ ലൂക്കയുടെ ക്ലൈമാക്സ് സീന് അത് അഡീഷണൽ ആയിട്ട് ഷൂട്ട് ചെയ്തതാണ്. അത് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയൊരു തോട്ടിൽ വന്നതാണ്. അപ്പോൾ അതുപോലുള്ള ഇംപ്രൂവൈസേഷൻസ് തീർച്ചയായിട്ടും സംഭവിക്കും. ഈ ലൂക്കയിലെ സ്മൂത്ത് സീന്, ടോവിനോ ലൂക്കയും നിഹാരിയും തമ്മിൽ സ്മൂത്ത് സീന് ആണ് ശരിക്കും പറഞ്ഞാൽ അവർ തമ്മിലുള്ള അവരുടെ ബന്ധത്തിൻ്റെ ഒരു ട്രാൻസിഷൻ, എക്സാക്റ്റ് ട്രാൻസിഷൻ ആ പോയിന്റ് പോലാണ് സംഭവിക്കുന്നത്. അതുവരെ അവർ സുഹൃത്തുക്കളാണ്, അവർ നല്ല സുഹൃത്തുക്കളായി മാറി. ഒരേ കണ്ണാൽ എന്ന് പറയുന്ന പാട്ട് അതൊരിക്കലും റൊമാൻറ്റിക് സോങ് അല്ല. അത് ലൂക്ക എന്ന ആർട്ടിസ്റ്റിനെ നിഹാരിക എന്ന പെൺകുട്ടി അറിയുന്ന നിമിഷങ്ങളാണ് ആസ് എൻ ആർട്ടിസ്റ്റ് ആൻഡ് റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ്, ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇത് റൊമാൻസ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സ്മൂച്ച് തുടങ്ങും. അവിടെ ഞാൻ ഈ സീൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് ടൊവിനോയോടും അഹാനോടും പറഞ്ഞത് ഇതിലൊരു എലിമെൻ്റ് ഓഫ് ലസ്റ്റ് ഒന്നും ഇല്ല. ഇതൊരു ലസ്റ്റ് അല്ല ശരിക്കും പറഞ്ഞാൽ. ഇവിടെ വേണ്ടത് ശരിക്കും പറഞ്ഞാൽ ലൂക്ക എന്ന് പറയുന്ന ആർട്ടിസ്റ്റും നിഹാരി എന്ന പെൺകുട്ടിയും പരസ്പരം ഒരു സപ്പോർട്ടാണെന്നുള്ള തിരിച്ചറിവാണ് അവിടെ വേണ്ടത്. സെക്കൻഡ്ലി നിഹാരികയെ സംബന്ധിച്ച് നിഹാരിക ലൈഫിൽ ആദ്യമായിട്ട് കരയുന്നത് ആ മൊമെൻറ്റിലായിരിക്കും എന്ന് ചിന്തിച്ചോളാൻ പറഞ്ഞു അഹാനടുത്ത്. ടോവിനോയുടെ അടുത്തും പറഞ്ഞിരുന്നു ലൂക്കയ്ക്ക് ഇതുപോലൊരു സപ്പോർട്ട് അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ഇത്രയും അടുത്ത് ക്ലോസ് ആയിട്ട് ഉണ്ടെന്ന് ലൂക്ക തിരിച്ചറിയുന്നതും ആ മൊമെന്റിലാണ് എന്ന് ചിന്തിച്ചോളാനാണ്. അപ്പം അവിടെ അത് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള മൊമെൻ്റാണ്. അവർ അതിനുശേഷം റൊമാൻസിൻ്റെ പ്രോഗ്രഷൻ, അവരുടെ ലവിൻ്റെ പ്രോഗ്രഷനാണ് വേണ്ടത്. അപ്പം ഇതിൽ കുറച്ചുകൂടെ പെയിൻ ഉണ്ടാവണം, ലവ് ഉണ്ടാവണം. അപ്പോൾ അതിന് ട്രിഗർ ചെയ്യുന്ന ഒരു സ്മൂച്ചായിരുന്നു അത്. ഒരു പരസ്പരം ചുംബിക്കുന്ന അതുപോലെ നമ്മൾ വെരി വെൽ കൊറിയോഗ്രാഫ്ഡ് ആണ്. ആ പ്രോപ്പർ സെറ്റിംഗ് എല്ലാം ചെയ്ത ശേഷം ഒരു സ്മൂച്ച് ചെയ്യുന്നത് തന്നെ ഒരു കണ്ടിന്യൂസ് ലോങ് സ്മൂച്ച് പോലല്ല. ഒരു മ്യൂസിക് ഇട്ടിട്ട് ഇറ്റ് ഹാസ് എ റിതം ടു ഇറ്റ്. ഒന്ന് കിസ് ചെയ്ത് രണ്ടുപേരും പരസ്പരം നോക്കി. There's pain in their eyes. Was that choreographed or that was natural? That they were behaving. ഫസ്റ്റ് ടേക്കിൽ ഒരു സിംഗിൾ ലോങ് സ്മൂച്ച് പോയ ശേഷം നമുക്ക് തോന്നിയ ഒരു മ്യൂസിക് പ്ലേ ചെയ്തിട്ട് റിതമിക്കലി നമുക്കൊരു കട്ട് കൊടുക്കാം. ഒരു സ്മൂച്ചിനിടയ്ക്ക് പരസ്പരം ഒരു ഐ കോണ്ടാക്റ്റ് കൊടുത്തിട്ട് ആൻഡ് ഷീ ഫീൽ ലൈക്ക് ക്രൈയിങ് ആൻഡ് അങ്ങനെ അതിനൊന്ന് കൊറിയോഗ്രാഫ് ചെയ്ത് ഒരു രണ്ടാമത്തെ ടേക്കിലോ മൂന്നാമത്തെ ടേക്കിലോ അത് ഓക്കെ ആയിരുന്നു. ഐ മീൻ ലൂക്കയുടെ കേസിൽ
മോസ്റ്റ് ഓഫ് ദ സീൻസ് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ടേക്കിൽ ഓക്കെ ആയിരുന്നു. എസ്പെഷ്യലി ടൊവിനോ അഹാന സെഗ്മെൻറ്റിൽ വളരെ ഓർഗാനിക്കായിട്ട് അവർ ആ കഥാപാത്രങ്ങളായിരുന്നു പരിപൂർണമായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്യാൻ പോലും തോന്നില്ല, പെർഫോമൻസിനെ ബ്രേക്ക് ചെയ്യാൻ പോലും തോന്നില്ല. മറ്റൊരു ഡിസിഷനായിരുന്നു അത് ഓർഗാനിക് ആയിട്ടുള്ള ഒരു കണ്ടിന്യൂസ് ലോങ് ടേക്കുകളിൽ തന്നെ പോകാം, കട്ടുകൾ കുറയ്ക്കാം എന്നുള്ളത് അവർ പെർഫോം ചെയ്യുന്നതിനിടയ്ക്കുള്ളത്. That was Luca's journey. Yeah. And now comes to മാരിവില്ലൻ ഗോപുരങ്ങൾ. അത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് വന്നു. ഇറ്റ്സ് മോർ അബൌട്ട് ഫൺ ആൻഡ് എന്റർടൈൻമെന്റ്. അത് നമുക്ക് ഉള്ളിൽ തന്നെ ആ ഒരു ഉണർവ് തോന്നുന്നുണ്ട്. ദാറ്റ്സ് നൈസ്. ശരിക്കും ലൂക്ക ഒരു ടിയർ ജർക്കറാണ്, ആൾക്കാരെയൊക്കെ ഒന്ന് കരയിപ്പിച്ചു സിനിമ കൊണ്ട്. അപ്പൊ അതിൽ നിന്ന് ടോട്ടലി ഓപ്പോസിറ്റ് ആയിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. How did you come to this name? മാരിവില്ലൻ ഗോപുരങ്ങൾ എന്നുള്ള പേര് ആദ്യം പ്ലാൻഡ് ആയിരുന്നില്ല, പക്ഷെ ഹാപ്പിനെസ്, സന്തോഷം തോന്നിക്കുന്ന ഒരു പേരായിരിക്കണം, ഏറ്റവും സന്തോഷം തോന്നിക്കുന്ന ഒരു പേരായിരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ പേരൊക്കെ അരുൺ തന്നെയാണോ ഇടുന്നത്? മാരിവില്ലൻ ഗോപുരങ്ങൾ ഒരു കോൺവെർസേഷനിൽ ഇവോൾവ് ചെയ്തതാണ്. അത് കോക്കേഴ്സ് ഫിലിംസ് ആണ് മാരിവില്ലൻ ഗോപുരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. അതിന് മുന്നേ പല വഴിക്ക് പല രീതിയിലും ലൂക്കയുടെ സെയിം ജേർണി ഉണ്ടായിട്ടുണ്ട്. Okay, still. Yeah, definitely. So every time it is a challenge, right? I mean, ഒരു സിനിമ റൈറ്റ് ആയിട്ട് സംഭവിക്കണമെങ്കിൽ ഈ ചലഞ്ചിലൂടെ ഒക്കെ പോകണം. I mean, അതല്ല, okay, this guy has given this hit now. Now we can depend on him. Whatever he says, he's going to show on the screen. എന്നൊരു കോൺഫിഡൻസിൽ അതുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. Yeah, definitely. See, when you have ഒരു നല്ലൊരു സിനിമ, സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമ നമുക്ക് കയ്യിലുള്ളപ്പോൾ എവിടെയും ഒരു എൻട്രിയും കോൺവെർസേഷനും ഒക്കെ ഈസിയാണ്. മീറ്റർ ഓഫ് സ്ട്രഗിൾ ഇസ് ലെസ്. അതെ, ഉറപ്പായിട്ട് അത് ലെസ്സാണ്. ആൾക്കാർക്ക് പ്രൂവ് ചെയ്യാനൊന്നുമില്ല. ഇനി ഞാൻ ഒരു സിനിമ ചെയ്ത് പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഓൾറെഡി ഒരു സിനിമ സംഭവിച്ചു, അത് അത്യാവശ്യം ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല എനിക്ക് സിനിമ ചെയ്തിട്ട്. പക്ഷേ എങ്കിലും ഞാൻ പറയില്ല, ഒരു റൈറ്റ് പ്രൊഡ്യൂസർ ഒരു സിനിമയ്ക്ക് വരേണ്ടത് വളരെ ആവശ്യമാണ്. Who understands that language. ഒരു എംപ്ലോയിയെ പിക്ക് ചെയ്യുന്നവരാണ് നമ്മളൊരു എംപ്ലോയറെ പിക്ക് ചെയ്യുന്നത്. സംബഡി ഹു അണ്ടർസ്റ്റാൻഡ് ദ സിനിമ, അല്ലെങ്കിൽ നമ്മുടെ വർക്കിംഗ് സ്റ്റൈൽ മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസർ. അപ്പോൾ ഫൈനലി അങ്ങനെ ഒരു പ്രൊഡ്യൂസർ വന്നത് കോക്കേഴ്സിൽ നിന്നായിരുന്നു. സിയാദ് കോക്കറിന്റെ മകൾ ഷർമീൻ സിയാദാണ് മാരിവില്ലൻ ഗോപുരങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ ലൂക്കയ്ക്ക് എങ്ങനെ ഞാൻ ഹാൻഡ് പിക്ക് ചെയ്തോ ക്രൂവിനെയും കാസ്റ്റിനെയും, അതേപോലെ ഹാൻഡ് പിക്ക് ചെയ്ത വെറൈറ്റി അല്ലേ. സോ ഇന്ദ്രേട്ടനാകുമ്പോൾ കുറച്ച് നമ്മുടെ ആ ഏജിലോട്ട് പോന്നു. there is വിൻസി ഓൾസോ ആൻഡ് ദീസ് ടു അതർ പീപ്പിൾ. സോ ഹൗ ഡിഡ് യു? രണ്ട് കപ്പിളിന്റെ കഥയാണ് മാരിവില്ലൻ ഗോപുരം. നേരത്തെ പറഞ്ഞല്ലോ ലൂക്ക എല്ലാവരെയും ഒന്ന് കരയിപ്പിച്ചെങ്കിൽ എല്ലാവരെയും ഒന്ന് സന്തോഷിപ്പിക്കുന്ന ഒരു സിനിമയാണെന്നുള്ളത് തീരുമാനം. അതൊരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു, ബൈ ചാൻസ് ഉണ്ടായിരുന്നു. അതൊരു കോൺഷ്യസ് ഡിസിഷൻ തന്നെയാണ്. എനിക്ക് വേറെ ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള ജോൺറ ട്രൈ ചെയ്യണം, എല്ലാവരെയും ഹാപ്പി ആക്കുന്ന ഭയങ്കര നല്ല രസമുള്ള ആഘോഷത്തിന്റെ മൂടുള്ള ഒരു സിനിമ ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നാൽ അതിലൂടെ നമുക്ക് പറഞ്ഞു വെക്കാം. അരുണിനെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ലൈക്ക് കുറച്ച് ആർട്ട്, സീരിയസ്, പാഷനറ്റ്. സോ യു കുഡ് ഹാൻഡിൽ ദിസ് ജോണർ. എനിക്കിനി അടുത്തൊരു ഐ വോണ്ട് ടു ഡു ആൻ ആക്ഷൻ ഫിലിം. ഞാൻ എല്ലാത്തരം സിനിമകളും കാണുന്നതാണ്. ഐ വോണ്ട് ടു ഡു ആൻ ആക്ഷൻ ഫിലിം, ഐ വോണ്ട് ടു ഡു എ ഹൊറർ ഫിലിം. ഹൊറർ ഫിലിം ചെയ്യണമെന്നുണ്ട്, ഒരു ഫാന്റസി ഫിലിം ചെയ്യണമെന്നുണ്ട്. ഇൻഫാക്ട് ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, ഒരു എൻറ്റയർ ഫാന്റസി ആക്ഷൻ സിനിമയ്ക്കുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഒരു പീരിയഡ് സിനിമ ചെയ്യണമെന്നുള്ള താല്പര്യമുണ്ട്. എല്ലാ ജോണറുകളും പേഴ്സണലി വളരെ ഇഷ്ടമാണ്. ഇപ്പം കയ്യിലിരിക്കുന്ന തിരക്കഥകളും പലതും ഓരോന്നും ഓരോ ജോണറാണ് പറയുന്നത്. അങ്ങനെയുള്ള സിനിമകളെല്ലാം കാണുന്നതുകൊണ്ടാവാം. ഇപ്പം മാരിവില്ലൻ ഗോപുരങ്ങളെ സംബന്ധിച്ച് ഇതേപോലെ ഒരു രണ്ട് കപ്പിളിൻ്റെ കഥയാണ് പറയുന്നത്. ഇതൊരു ഡിസ്ഫങ്ഷണൽ ഫാമിലി, ഇതൊരു ഫങ്ഷണൽ ഫാമിലി തന്നെയാണ്. ഇവരുടെ ഇടയ്ക്കുള്ള ഇവർ 4 പേരും അണ്ടർഗോ ചെയ്യുന്ന ഒരു കോമൺ സിറ്റുവേഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ ഇവർ 4 പേർക്കും ഓരോരോ സിറ്റുവേഷൻസ് ഉണ്ട്. ഇതെല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഒരു തിരക്കഥയാണ്. ഇപ്പം ഇന്ദ്രേട്ടൻ്റെ കഥാപാത്രത്തിന് ഒരു ആർക്കുണ്ട്. ശരിക്കും ഇതിൻ്റെ ഒരു How did you conclude all these other characters? ബേസ് തോട്ട് വന്ന ശേഷം ഇത് ഷെയർ ചെയ്ത് മറ്റൊരു ആർട്ടിസ്റ്റുമായിട്ടായിരുന്നു. ആ സുഹൃത്ത് വഴിയാണ് ഞാൻ പ്രമോദിനെ പരിചയപ്പെടുന്നത്. ഇതിൻ്റെ തിരക്കഥാകൃത്ത് പ്രമോദ് മോഹൻ. ഞങ്ങൾ ഒരുമിച്ചാണ് ഇതിൻ്റെ കഥ. പിന്നെ പ്രമോദാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയേക്കുന്നത്. തിരക്കഥയും സംഭാഷണവും പ്രമോദിനെയാണ്. ഇതിന് ശേഷമാണ് നമ്മളിതിലേക്ക് റൈറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ആരായിരിക്കും എന്ന് അത് പല മൾട്ടിപ്പിൾ ചോയ്സുകളിലൊക്കെ പോയി അവസാനം ഇതിലേക്ക് എത്തിച്ചേർന്നത് ഇതിന് കിട്ടാവുന്ന ഏറ്റവും പെർഫെക്റ്റ് കാസ്റ്റിംഗിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ദ്രേട്ടൻ എക്സ്ട്രീം. ഇതിനെ പറ്റി പറയാൻ പിന്നെ ഒന്നുമില്ല. എനിക്ക് ടിയാൻ്റെ സമയത്ത് ഓർമ്മയുണ്ട്,
ഒരു പേപ്പർ ഇങ്ങനെ വെക്കും, അത് 4-5 പേജ് ഉണ്ടാവും, ഇങ്ങനെ നോക്കിയിട്ട് ആൻഡ് ഈസ് ജസ്റ്റ് ഡെലിവറിങ് ആസ് ഇഫ് ഹി ന്യൂ ഇറ്റ് സിൻസ് ഏജസ്. അത് ഭയങ്കര ഒരു സംഭവം. ഇന്ദ്രേട്ടനല്ല, ലാലേട്ടൻ ഇതേപോലെ തന്നെയായിരുന്നു. ജസ്റ്റ് ഒന്ന് റൺ ത്രൂ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എൻറ്റയർ ഡയലോഗ്സും അതിൻ്റെ മോഡുലേഷനും എല്ലാം ഇവർ വളരെ ക്ലിയർ ആണ്. സെക്കൻഡ്ലി ഇന്ദ്രേട്ടനെ ഹ്യൂമർ എക്സ്പ്ലോർ ചെയ്യാറില്ല എന്നുള്ളത് ഭയങ്കര ട്രാജഡിയാണ്. പക്ഷെ ഇന്ദ്രേട്ടൻ ഹ്യൂമർ ചെയ്യാനാണ് ഹ്യൂമർ നന്നായിട്ട് ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഇത് അമർ അക്ബർ ആന്റണി അവിടെ വന്നിട്ടുണ്ട്. ഗുഡ് ജോബ്. ഇത് മുന്നേ ഈവൻ ക്ലാസ്മേറ്റ്സിലാണെങ്കിൽ ഒക്കെ ഇന്ദ്രേട്ടൻ നല്ല രസമായിട്ട് ഹ്യൂമർ ഹാൻഡിൽ ചെയ്യും. ഇന്ദ്രേട്ടൻ കുറച്ച് ചൂസി ആയതാണോ? മേ ബി ഇന്ദ്രേട്ടന് വന്ന കഥ ക്യാരക്ടേഴ്സ് അങ്ങനെ ഒരു മോൾഡിൽ വന്നുകൊണ്ടായിരിക്കാം. സീരിയസ് ആയിട്ടുള്ള കൂടുതൽ പോലീസ് ക്യാരക്ടേഴ്സ് ആണ് ഇന്ദ്രേട്ടൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്ദ്രേട്ടന് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യപ്പെടേണ്ട ഒരു നടനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയ്ക്ക് ശേഷം. നല്ല സുഹൃത്താണ്, ഇപ്പം നമ്മൾ എപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പം ചേട്ടൻ്റെ ഹ്യൂമർ ഹാൻഡിൽ ചെയ്യാനുള്ള ഈ കേപ്പബിലിറ്റി മാക്സിമം ഞാൻ എസ്റ്റാബ്ലിഷ് മാക്സിമം ഞാൻ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സിനിമയിൽ പൊട്ടൻഷ്യൽ. ഇതോടൊപ്പം തന്നെ മറ്റ് 3 പേരും ശ്രുതിക്ക് ശ്രുതിയുടേതായിട്ടുള്ള ഒരു അഭിനയത്തിൻ്റെ ശൈലിയുണ്ട്. ഞാൻ സെറ്റിൽ ശ്രുതിനെ ചാർലി ചാപ്ലിൻ തന്നെയാണ് വിളിക്കുന്നത്. കാരണം ശ്രുതിനെ നമ്മൾ റിയൽ ലൈഫിൽ കാണുന്ന ശ്രുതി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ശ്രുതി ചെയ്തു വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളുണ്ട്. ആള് ഭയങ്കര ജോവിയലാണ്, ഭയങ്കരമായിട്ട് മിമിക്കൊക്കെ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അപ്പോൾ ശ്രുതിയും ഇന്ദ്രനും തമ്മിലുള്ള ആ കെമിസ്ട്രി അതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിട്ട് വർക്കായിട്ടുണ്ട്. വിൻസിയുടെ കാര്യം പറയട്ടല്ലോ, വിൻസിക്ക് പല മീറ്റർ മറക്കാൻ പറ്റാത്ത ഒരു പെർഫോമൻസ് എന്ന് പറയുമ്പോൾ കോഴിക്കറി ഉണ്ടാക്കുന്നതാണ്. അത് തന്നെയാണ് വിൻസിയിൽ നിന്ന് നമുക്ക് ഏത് മീറ്ററിൽ വേണമെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ വിൻസി തന്നെ പറയും എൻ്റെ അടുത്ത്, ചേട്ടാ ഞാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭയങ്കര ഹൈ ആയിട്ടായിരിക്കും ചെയ്യുന്നത്, എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറയും വിൻസി താഴെ, കുറച്ചുകൂടെ താഴെ. അപ്പോൾ ആള് വേറെ രീതിയിൽ അഭിനയിക്കുന്ന ഒരാളാണ്. സർജാന വളരെ ബിഹേവിയറലായിട്ടുള്ളൊരു പെർഫോമറാണ്. 4 പേർക്ക് 4 ശൈലിയുള്ള ആർട്ടിസ്റ്റുകളാണ്. ദാറ്റ് ഈസ് അവരെ കഥാപാത്രങ്ങളായി കഴിയുമ്പോൾ ഈ ഗിവ് ആൻഡ് ടേക്ക്, ഒരു ഹ്യൂമർ എപ്പോഴും വർക്ക് ചെയ്യണമെങ്കിൽ കഥാപാത്രങ്ങൾ ഹ്യൂമറാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോണർ. ഒരു പക്ഷേ ഹ്യൂമർ തന്നെയാണ്. അത് വർക്ക് ആവണമെങ്കിൽ നമ്മൾ പറയാറുണ്ട്, പണ്ടത്തെ പ്രിയൻ സാറിൻ്റെയൊക്കെ സിനിമകളിൽ അല്ലെങ്കിൽ സത്യനന്ദിക്കാട് സാറിൻ്റെയൊക്കെ സിനിമകളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു സിംഗിൾ ഷോട്ടായിരിക്കും, അതിന് കട്ട്സ് ഒന്നും ഉണ്ടാവില്ല. അതിൽ ആക്ടേഴ്സ് പെർഫോം ചെയ്യുന്നത് ഗിവ് ആൻഡ് ടേക്കുകളാണ് ആ സീനിനെ അല്ലെ ഷോട്ടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു എൻ്റയർ സീൻ ചിലപ്പോൾ ഒറ്റ ഷോട്ട് ആയിരിക്കും, അതിൽ ഡെഫിനറ്റ്ലി ഹ്യൂമർ ഏറ്റവും നന്നായിട്ട് വർക്കാവുന്ന അങ്ങനെയാണ്. നമ്മൾ കട്ടുകൾ ഏറ്റവും കുറച്ചിട്ട് ഈ ഒരു ഫ്രെയിമിൽ തന്നെ ആർട്ടിസ്റ്റുകളുടെ ഗിവ് ആൻഡ് ടേക്കിൽ അത് അവരത് ഇമ്പ്രൂവൈസ് ചെയ്ത് പോകുമ്പോഴാണ് അത് ഏറ്റവും ഭംഗിയുള്ള ഹ്യൂമർ സംഭവിക്കാമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ 4 ക്യാരക്ടേഴ്സിനെ അതുകൊണ്ട് തന്നെയാണ് മൾട്ടിപ്പിൾ റീഡിങ് സെഷൻസും കഥാപാത്രങ്ങളെ അറിയാനുള്ള ഡെഫിനറ്റ്ലി. ഒന്ന് ഇവരെല്ലാവരും സെറ്റിൽ ഇവർ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ഇവർ കഥാപാത്രങ്ങളാണ്. അവർ പോകുന്നവരെ അവർ കഥാപാത്രങ്ങൾ തന്നെയാണ്. ഹൗ ഡു യു ഗിവ് ദ ഷെഡ്യൂൾ? ലൈക്ക് ബിറ്റ്സ് ആൻഡ് പീസസിലാണോ ഇവർക്ക് ഷെഡ്യൂൾ കൊടുക്കുന്നത്, അതോ യു ഹാവ് എ ടൈം ഗ്യാപ്പ് ഇത്രയായിരിക്കും അങ്ങനെയാണോ? അല്ല, ഐ മീൻ സ്കെഡ്യൂൾ ചെയ്യുന്നത് അസോസിയേറ്റ് ഡയറക്ടറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അസോസിയേറ്റ് ഡയറക്ടറാണ് ദ മാത്തമാറ്റീഷ്യൻ ഇൻ ദ സെറ്റ്. അപ്പം അവൈലബിലിറ്റീസ് പല ഫാക്ടേഴ്സ് ഉണ്ട്. ആർട്ടിസ്റ്റിൻ്റെ അവൈലബിലിറ്റി, ലൊക്കേഷൻ്റെ അവൈലബിലിറ്റി, ഫെസിലിറ്റീസിൻ്റെ അവൈലബിലിറ്റി, നമുക്ക് വേണ്ട ലൈറ്റിംഗ് കണ്ടീഷൻ്റെ അവൈലബിലിറ്റി. നാച്ചുറൽ ലൈറ്റ് ആണെങ്കിൽ ഡേ ലൈറ്റിൽ, മോർണിംഗ് ലൈറ്റിൽ ഷൂട്ട് ചെയ്യേണ്ട സീക്വൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഈവനിങ് ലൈറ്റിൽ. ഡേ ടൈമിൽ എക്സ്റ്റീരിയർ ഷൂട്ട് ചെയ്യുന്നത് ഭയങ്കര ബേൺ ആവും അതെല്ലാവർക്കും. ഐ മീൻ അതൊക്കെ വെച്ചിട്ടാണ് നമ്മളൊരു സിനിമേനെ ചാർട്ട് ചെയ്യുന്നത്. ഈ ചാർട്ടിങ് പ്രോസസ് ചെയ്യുന്നതാണ് അസോസിയേറ്റ് ഡയറക്ടർ. അപ്പം ഒരു ഡയറക്ടറുടെ ഏറ്റവും നല്ല പാർട്ട്ണറാണ് ആ രീതിയിൽ. അപ്പോൾ ഇവർ ഐ മീൻ ഒരു സീൻ തന്നെ ചിലപ്പോൾ സ്പ്ലിറ്റ് ചെയ്തൊക്കെ ആയിരിക്കും എടുക്കുക, പലപ്പോഴായിട്ടായിരിക്കും എടുക്കുക. പക്ഷെ അതിൻ്റെ ഒരു ലോജിക്കൽ കണ്ടിന്യൂറ്റി, കറക്റ്റുള്ള കണ്ടിന്യൂറ്റി, ഈ കണ്ടിന്യൂറ്റീസ് പ്രത്യേകിച്ച് ഹ്യൂമറിൽ ലോജിക്കൽ കണ്ടിന്യൂറ്റീസ് ലൈക്ക് അതെ തീർച്ചയായിട്ടും അത് കൊണ്ടുവരുന്നത്. ഈ കണ്ടിന്യൂറ്റീസ് എല്ലാം നോക്കുന്നത് ഡയറക്ടറും ടീമുമാണ്. വ്യക്തമായിട്ടുള്ള ഐ മീൻ ഈ പെർഫോമൻസിലുണ്ടാകുന്ന കണ്ടിന്യൂറ്റി. പെർഫോമൻസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടർ മാത്രം ഡിപ്പാർട്ട്മെൻറ്റാണ്. മറ്റെല്ലാ സിനിമാറ്റോഗ്രാഫർ വിഷ്വൽ എസ്തെറ്റിക്സിലാണ് മാത്രമേ ശ്രദ്ധിക്കുകയുള്ളായിരിക്കും. ഒരു പക്ഷേ പെർഫോമൻസ് ശ്രദ്ധിക്കണം എന്നില്ല. ഒരു കോസ്റ്റ്യൂമർ ചിലപ്പോൾ ലുക്കിലായിരിക്കും ശ്രദ്ധിക്കുക.
അല്ല കോസ്റ്റ്യൂമിലേക്ക് ശ്രദ്ധിക്കുക, മേക്കപ്പ് ആൻഡ് ചിലപ്പോൾ ലുക്കിലേക്ക്. പക്ഷേ ഒരു സിനിമയുടെ പെർഫോമൻസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റേ ഉള്ളൂ, അത് ഡയറക്ടർ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ എല്ലാ കണ്ടിന്യൂറ്റീസും ഈ പറഞ്ഞ എല്ലാ എസ്തെറ്റിക്സും കൊണ്ടുവരിക എന്നുള്ളത് ഡയറക്ടറുടെ കടമയാണ്. അത് നന്നായിട്ട് വന്നില്ലെങ്കിൽ ഡയറക്ടർ ഫെയിലിയറാണ്. സോ ഈ ആർട്ടിസ്റ്റുകളെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടത് ആസ് എ ഡയറക്ടർ എൻ്റെ സ്കില്ലിനെയാണ് കാണിക്കുന്നത്. സോ ഇറ്റ് ഈസ് റിലീസിങ് ഓൺ 10th. അതെ May 10th. സോ ഇപ്പം എന്തായാലും ഏറെക്കുറെയൊക്കെ എല്ലാവരും കണ്ടു കാണും, ചേട്ടൻ്റെ ചുറ്റിനുള്ളവർ എല്ലാവരും കണ്ടാണ്. സോ വാട്ട് ഈസ് ദി ഒപ്പീനിയൻ? എന്താണ്? ഞങ്ങൾ വളരെ ത്രില്ഡാണ് ഈ സിനിമ ആൾക്കാരിലേക്ക് എത്തിക്കാൻ. കാരണം സിനിമ ചെയ്യുന്നത് വരെയുള്ളൊരു ത്രില്ല് അതിൽ 10 മടങ്ങ് ആവണമെങ്കിൽ അത് ഓഡിയൻസ് അത് ആസ്വദിക്കണം. തിയേറ്ററിലെത്തി ആ ത്രില്ല് ആസ്വദിക്കാൻ ഞാൻ ഷോ ഇറ്റ് ഫസ്റ്റ് ആർക്കാ കാണിക്കുന്നത് എപ്പോഴും? ഐ മീൻ നമ്മൾ ആക്ച്വലി ആ പ്രോസസ്സിൽ കുറച്ച് പേര് കാണും. അല്ല, നമ്മൾ കുറച്ച് മൾട്ടിപ്പിൾ റിവ്യൂസ് ഉണ്ടായിട്ടുണ്ട് ഇതിനിടയ്ക്ക്. നമ്മുടെ ഇടയ്ക്ക് പല പ്രാവശ്യങ്ങളുണ്ട്. ഏറ്റവും രസം അല്ല, അത് ലോജിക്കലും ആണ് സത്യം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം എന്താണെന്നറിയോ, ഇതിന്റെ പ്രൊഡ്യൂസർ സിയാദിക്ക് ഈ സിനിമ ഭയങ്കര ഇഷ്ടമായിട്ട് സിയാദിക്ക് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. സിയാദിക്ക ഫ്രം ദ ഫസ്റ്റ് ഇത് ഡബ് കട്ടിന് മുന്നേ ഉള്ള കോപ്പി മുതൽ സിയാദിക്ക പരിപൂർണമായിട്ട് ഈ സിനിമയുടെ കൂടെയാണ്. ഐ മീൻ അതിന് മുന്നേ തന്നെ സിനിമയുടെ ഒപ്പം തന്നെയുണ്ട്. പക്ഷെ ഇതിന് ശേഷം സിനിമയിൽ കോൺഫിഡൻസ് ഉണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം നന്നായിട്ട് ആസ്വദിക്കും. എൻ്റെ ഡബ്ബിങ് സ്റ്റേജിലൊക്കെ സിയാദിക്ക കൂടെ ഉണ്ടായിരുന്നു ഓരോ സമയത്തും. ഐ മീൻ ത്രൂ ഔട്ട് ദ ഡേ നമ്മുടെ കൂടെ ഇരിക്കുന്നൊരു പ്രൊഡ്യൂസർ, ഡബ്ബി എന്നൊക്കെ കേട്ട് ആസ്വദിച്ച് ചിരിക്കുന്നൊരു പ്രൊഡ്യൂസർ, അതായിരുന്നു സിയാദിക്ക. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് എൻ്റെ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ഇങ്ങനൊരു ഇതുവരെ കണ്ടിരുന്നവരൊക്കെ അത് നന്നായിട്ട് ആസ്വദിച്ചിട്ടുണ്ട്. വെരി റീസെൻ്റ്ലി 2-3 ആഴ്ചയ്ക്ക് മുന്നേ ലീഡ് ആർട്ടിസ്റ്റുകൾ ഇന്ദ്രേട്ടൻ, ശ്രുതി, വിൻസി, സർജാനോ, വസിഷ്ഠ് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്നുണ്ട് സിനിമയിൽ. അതുകൂടാതെ നമ്മൾ അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ നമ്മൾ ഒരുമിച്ചൊരു നമ്മുടേതായിട്ടുള്ളൊരു ചെറിയ പ്രിവ്യൂ കണ്ടിരുന്നു. ആൻഡ് ദേ ലവ്ഡ് ഇറ്റ്. ഓക്കെ, വണ്ടർഫുൾ. ഈച്ച് ഓഫ് ദം ലവ്ഡ് ഇറ്റ്. എനിക്ക് നല്ല നല്ല ഒപ്പീനിയൻ കമൻസ് ആണ് എല്ലായിടത്തും വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് പേഴ്സണലി വളരെ കോൺഫിഡൻസ് ഉണ്ട് ഇതിൻ്റെ റൈറ്റ് ഓഡിയൻസ് തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ റൈറ്റ് ഓഡിയൻസ് ഫാമിലീസാണ്. ഐ വാണ്ട് ദ ഫാമിലീസ് ഇൻ തിയേറ്റർ, ഡെഫിനറ്റ്ലി കിഡ്സ് ഇൻ തിയേറ്റർ, കുട്ടികൾ മുതൽ പ്രായമുള്ള ആൾക്കാർ വരെ. ഈ പ്രൊമോഷൻ പോസ്റ്റേഴ്സ് കാണുമ്പോൾ തന്നെ പീപ്പിൾ ആർ റിയലി ഗോണ ഗെറ്റ് എക്സൈറ്റഡ്. ഇപ്പോൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഞാനിപ്പോൾ താമസിക്കുന്ന ഫ്ലാറ്റിലൊക്കെ ലിഫ്റ്റിലൊക്കെ പോകുന്ന സമയത്ത് ഈ കുറച്ച് മിഡിൽ ഏജ് കപ്പിൾസ് അല്ലെങ്കിൽ എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്ലാറ്റ് നമുക്കൊക്കെ പറ്റുന്നൊരു സിനിമ നിങ്ങൾക്ക് ചെയ്തുവിടാല്ലേ. എല്ലാവരും വന്ന് കണ്ട് ആസ്വദിച്ച് പോവുക. ബിക്കോസ് ഇപ്പോൾ വരുന്ന ജനറേഷൻ ആൻഡ് പ്രീവിയസ് ദേ ലൈക്ക് ഒരു വലിയ ഗ്യാപ്പാണ്. സോ മേ ബി ദേ കാൺ കണക്ട് ടു ദ കറന്റ് മൂവീസ്. കുറേയൊക്കെ ഇതൊരു പക്ഷേ എല്ലാവർക്കും ഈസിലി കണക്ട് ആവും. കാരണം ഐ മീൻ ഒന്നാമത്തെ കാര്യം 4 ക്യാരക്ടേഴ്സിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറുമായിട്ട് പേഴ്സണലി എല്ലാവർക്കും ഒരു കണക്ട് ഉണ്ടാവും. അപ്പോൾ വസിഷ്ഠിന്റെ ക്യാരക്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഓഡിയൻസ് ഉണ്ട്, കുട്ടികൾക്ക് പ്രോബ്ലി കണക്ട് ആകാം. സർജാനോയുടെ ക്യാരക്ടർ, വിൻസിയുടെ കഥാപാത്രം, ശ്രുതിയുടെ ക്യാരക്ടർ, ഇന്ദ്രേട്ടൻ്റെ ക്യാരക്ടർ. ഇതിപ്പോൾ ഞാൻ പറയാൻ കാര്യം, കഴിഞ്ഞ പ്രാവശ്യം ഒരു ചെറിയ പ്രിവ്യൂ ചെയ്യുന്ന സമയത്ത് കണ്ട 1-2 ഫാമിലീസ്, ഒരു 4 പേർക്കും അച്ഛൻ, അമ്മ, 2 കുട്ടികളുണ്ടായിരുന്നു. ഈ 4 പേർക്കും കണക്റ്റായ കുറേ എലിമെന്റ്സ് ഉണ്ട്. ഓരോരുത്തർക്കും വളരെ പേഴ്സണലായിട്ട് കണക്റ്റായ കുറേ സംഭവങ്ങൾ. ഇതൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് ഇതൊരു പരിപൂർണമായിട്ടൊരു ഫാമിലി എൻ്റർടൈനർ, ഒരു മ്യൂസിക്കൽ ഫാമിലി എൻ്റർടൈനർ എന്നൊരു ജോണറിലേക്ക് ഇത് കറക്റ്റായിട്ട് എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റിയെന്ന് തോന്നിക്കുന്നു. ഓക്കെ, വണ്ടർഫുൾ. സോ I had one last question. In fact, it'll be continued so many questions more. What about your wife? ഭാര്യയുടെ പേര് ബിനു എന്നാണ്, ബിനു സദാശിവൻ. ബിനു അധികം ഇന്റർവ്യൂസിലൊന്നും ഡിസ്കസ് ചെയ്യാത്തത് ഒരിതാണ്. എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താണ്, എൻ്റെ ഏറ്റവും നല്ല ക്രിട്ടിക്കാണ്. ശരിക്കും പറഞ്ഞാൽ അവളെ സാറ്റിസ്ഫൈ ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് സിനിമ ചെയ്തിട്ട്. പുള്ളിക്കാരി കണ്ടിട്ട് എന്ത് പറഞ്ഞു? ഷീ ലൈക്ഡ് ഇറ്റ്. ഷീ ഹാസ് അറൗണ്ട് ഷീ കമൻസ് ഓൾസോ. വളരെ വ്യക്തമായിട്ട് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കമൻറ്റുകൾ മിനുവിനുണ്ട്. അപ്പോൾ അതൊരു പക്ഷേ എൻ്റെ ജേർണിക്ക് എനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യും. എവിടെ എന്തായിരുന്നു കഴിഞ്ഞ സിനിമയിൽ നിന്ന് ഇതിൽ ഞാൻ ചെയ്തത് ബെറ്റർ ആക്കിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മിനു കറക്റ്റായിട്ട് സംസാരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തും എൻ്റെ ഏറ്റവും നല്ല ക്രിട്ടിക്കും എൻ്റെ ഏറ്റവും നല്ല പാർട്ട്ണറും എൻ്റെ ഭാര്യയാണ്. സോ യു ഓൾ വാസ് ദിസ് എ ലവ് മാരേജ്? അറേഞ്ച് മാരേജ് ആണ്. പക്ഷെ ഞങ്ങൾക്ക് പരിചയമുണ്ട് മുന്നേ. കാരണം ഞാനും മദ്രാസ് സിസ്റ്റം കോളേജിൽ ആണ് പഠിച്ചത്. മിനു
ഞാൻ പാസ് ഔട്ടായ ശേഷം കുറേ കാലശേഷം മദ്രാസ് ക്രിസ്ത്യനിൽ ജോയിൻ ചെയ്തത്. പക്ഷെ എങ്കിലും ഞാൻ സ്ഥിരമായിട്ട് കോളേജിൽ പോയിരുന്നത് കൊണ്ട് എനിക്ക് കോളേജ് കണക്ഷൻ നിലനിൽക്കുന്നതുകൊണ്ട് പിന്നെ ഞാൻ കണ്ടുപരിചയമുണ്ട് എനിക്കെന്ന്. ആൻഡ് ലൈക്ക് ഷീ ഈസ് ഓൾസോ ഇൻ ദ സെയിം ഇൻഡസ്ട്രി? അല്ല. ഓക്കെ. അവളുടെ ഫീൽഡ് എക്കണോമിക്സ് ആണ്. So still she enjoys watching. She enjoys movies. Yeah, she love all. I mean, വിനുവിൻ്റെ ടേസ്റ്റുകളുണ്ട്. ഐ മീൻ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുകളുണ്ട്. ഞാൻ പറഞ്ഞു വയ്ക്കുന്ന സിനിമകൾ ഇപ്പം 3 സിനിമകൾ എടുത്താലും ലൂക്ക മിണ്ടിയും പറഞ്ഞു, മാരുവിലിൻ ഗോഗൽ, ഇത് 3 റിലേഷൻഷിപ്പ് ഡ്രാമാസാണ്, കപ്പിൾ റിലേഷൻഷിപ്പ് ഡ്രാമാസാണ്. അതുപോലെയാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പ്. മനസ്സിലായോ? കാരണം ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ളതും കപ്പിൾ റൊമാൻസ് ആണ്. ഐ മീൻ എ മാൻ ആൻഡ് വുമൺ പറഞ്ഞു വന്ന 2 ഡിഫറെൻറ്റ് സ്പീഷ്യസ് ആണ്. അവർ രണ്ടുപേരും ചിന്തിക്കുന്ന 2 രീതിയിലാണ്. അവിടെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ, ഒരു കുടക്കീഴിലവർ ഒരുമിച്ച് ഒരു ലൈഫ് സ്പെൻഡ് ചെയ്യുക എന്നുള്ള ഏറ്റവും സ്വീറ്റും കോംപ്ലിക്കേറ്റഡും ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ നമ്മുടെ 2 പേരുടെയും ഇപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ഞാൻ ചായയും അവൾ കോഫിയാണ്. അവിടെ പോലെ ഞങ്ങളുടെ ഇടയ്ക്ക് ഡിഫറൻസുകളുണ്ട്. ഞങ്ങളുടെ ടേസ്റ്റുകൾ, ഞങ്ങൾ സിനിമയ്ക്ക് പോയാൽ ചിലപ്പോൾ അവൾ കയറുന്ന സിനിമയ്ക്കായിരിക്കാം ഞാൻ കയറുന്നത്. ഓക്കെ. ഐ മീൻ ഷീ ഹാസ്, അവൾക്ക് അവളുടെ സ്പേസ് ഉണ്ട്, എനിക്ക് എൻ്റെ സ്പേസ്. ഞങ്ങൾ 2 അതാണ് ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ്. അങ്ങനെ വരുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ അവൾക്ക് എൻ്റെ പെർഫെക്റ്റ് ക്രിട്ടിക് ആവാൻ പറ്റും. അവളുടെ ക്രിറ്റിസിസംസ് എനിക്ക് എടുക്കാനും പറ്റും. അവിടെ ഒരു റിലേഷൻഷിപ്പിൽ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ഓപ്പൺനെസ് ആണല്ലോ. അത് ഒരു ക്രിറ്റിസിസത്തെ എടുക്കുക, അല്ലെങ്കിൽ പറയാനുള്ള ഫ്രീഡം ഉണ്ടാവുക രണ്ടുപേർക്ക്. എനിക്ക് അവളോട് പറയാൻ, അവൾക്ക് എന്നോട് പറയാനുണ്ട്. ഞാനൊന്നും കൊടുക്കണ്ട, അത് അവളുടെ ഷീസ് മൈ വൈഫ് ആൻഡ് ഷീ ഹാസ് ഓൾ. അത് ഫ്രീഡത്തേക്കാൾ കൂടുതൽ അവളുടെ റെസ്പോൺസിബിലിറ്റി ആണ്. അവളങ്ങനെ ആവണം തീർച്ചയായിട്ടും. Yeah, definitely. I like that. Okay, wonderful. So, I mean, it was awesome talking to you. So many years before that we met, and I was thinking, you know, enganeyarikkum conversation okay, but it went on so nicely. I really liked the conversation. It was not like imposing questions and giving it. It was like, I think it was an organic conversation we had. Thank you. All the best for your movie, and definitely whenever there was some update, I was very happy because nammada aalkar ingane keri varumbo, you know, we feel really happy about it. And definitely more, but I also wanted to ask you, forgot to ask you in fact, ഇനി ഏതൊക്കെയാണ് ഉള്ള മൂവീസ് യു ഹാവ് സംതിങ് ലൈക്ക് പെട്ടെന്നായിട്ട് വരുന്നത്? ആക്ച്വലി കഴിഞ്ഞ നവംബർ ഡിസംബറിൽ ഞാൻ ഹിന്ദി പ്രോജക്റ്റ് ചെയ്യാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് പോസ്റ്റ്പോൺ ആയതുകൊണ്ട്. तो आपको हिंदी मालूम है? हाँ, मुझे अच्छा खासा हिंदी. ഓക്കെ. ഇല്ല, ചില ഡയറക്ടേഴ്സ് സബ്ടൈറ്റിൽസ് ഇട്ട് കേൾക്കേണ്ടി വരുമെന്ന് കേട്ടിട്ടുണ്ട്. ഒരു ഹിന്ദി പ്രോജക്റ്റ് ഉണ്ട്. അത് എപ്പോഴത്തേക്കാണെന്ന് അറിയില്ല. കുറച്ച് ചിലപ്പോൾ ഒന്ന് പുഷായി അതിൻ്റെ ടോക്സ് നടക്കുന്നുണ്ട്. ആൻഡ് പാരലി ഞാൻ പറഞ്ഞല്ലോ, പല സ്ക്രിപ്റ്റുകൾ ഓൺ പ്രോസസ്സാണ്. സ്ക്രിപ്റ്റുകളായിട്ടുണ്ട്. എനിത്തിങ് ലൈക്ക് റിലീസിൽ ഇനി വരുന്നത് ഇല്ല, ഇതുവരെ ഒന്നും കൺഫേം ആയിട്ട് സംസാരിച്ചിട്ടില്ല. ഐ മീൻ പിച്ചിങ് സ്റ്റേജിൽ പറഞ്ഞ് ഡെഫിനറ്റ്ലി റിലീസ് ഉണ്ട്. തിയേറ്ററിക്കൽ റിലീസ് തന്നെയാണ്. റിലീസ് ഡേറ്റ് കൺഫേം അല്ല, പക്ഷെ അത് തിയേറ്ററിക്കൽ റിലീസ് തന്നെയാണ്. ഒറിജിനലി നമ്മളൊരു OTT പിച്ച് നൽകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ആ ഫിലിമിന് എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട് തിയേറ്ററിൽ വന്ന് ആൾക്കാർക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിപ്പം തിയേറ്ററിലേക്ക് തന്നെ എത്തിക്കാമെന്നൊരു തീരുമാനത്തിലാണ്. സലീം മുഹമ്മദാണ് പ്രൊഡ്യൂസർ, ഡയറക്ടർ സലീം മുഹമ്മദ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ തീരുമാനത്തിലാണ്. അപ്പം ഞങ്ങളും വളരെ ഹാപ്പിയാണ് അതുകൊണ്ട്. വെരി റീസെൻ്റ്ലി 2-3 ദിവസം മുന്നേ ഉണ്ണിയായിട്ടും ഒക്കെ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും തിയേറ്ററിൽ എത്തിക്കാനുള്ളൊരു പ്ലാനാണ്. Okay, wonderful. So all the best to you. Thank you so much for coming here. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ ഉടനെ തന്നെ വന്നതിനാണ് I'm really happy, you know, because everyone has a beginning. So I felt like I got supported through this. Thank you so much. Thank you, Deepa.